بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وخالف النفس والشيطان وعصيما وإنهما محاضاك النصح فاتهمي وصرف هواها وحاذر أن توليه إن الهوى ما تولى يصمي أو يصمي وراعيها وهي في الأعمال سعيمة وإن هي يستحلت المرعى. الله عنه ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യും പിടിച്ച് നടന്ന വലിയാണ്, വലിയ മഹാനാണ്. മഹാനവറുകളെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി ഭൃത്യൻ ശ്രമിച്ചപ്പോൾ ആ ഭൃത്യനെ പകരം കൊല്ലാതെ അത് ബോധ്യപ്പെട്ടിട്ട് വെറുതെ വിട്ടുകൊടുത്ത വിശാലമായ മനസ്സുള്ള ആളാണ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആദ്യമായി ഭരണം ഏറ്റെടുത്തപ്പോ ആദ്യത്തെ കേസ്, ഒന്നാമത്തെ കേസ് ഒരു മുസ്ലിമിനെതിരെ ഒരു അമുസ്ലിം നൽകിയ കേസാണ്. അമുസ്ലിമിന്റെ സ്വത്ത് മുസ്ലിമായ അബ്ബാസ് കൈവശപ്പെടുത്തിയിരിക്കുന്നു, അനധികൃതമായി, ഖുർആൻ അനുസരിച്ച് എനിക്ക് തീരുമാനം തരണം എന്നായിരുന്നു കേസ്. ആ കേസ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിധിച്ചത് മുസ്ലിമിന് പ്രതികൂലമായി, അമുസ്ലിമിന് അനുകൂലമായി, അഥവാ ഇസ്ലാമിന് അനുകൂലമായി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നീതിയാണ്, തുല്യനീതി. അനീതി കാണിച്ചവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന നോട്ടം ഇല്ല. ഇസ്ലാം നീതിയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത് നോക്കുമ്പോ പള്ളിയിലെ മിമ്പറിൽ നിന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ പ്രസംഗം, ദുആ, സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെ ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട്. മദീനത്തെ മിമ്പറിൽ വെച്ച് ഇബ്നു മത്തീറ ഒരു ഖുതുബയിൽ മദീനത്തെ മിമ്പറിന്റെ മുകളിൽ നിന്ന് അങ്ങ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബിനെ ഉദ്യോഗസ്ഥനാക്കിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം അന്നഹു ഖായിനുൻ, അലി ഇബ്നു അബീ ത്വാലിബ് ചതിയനാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ ആക്കിയതാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു, അത് മകൾ ഫാത്തിമയുടെ റെക്കമെന്റ് കൊണ്ട് തിരിഞ്ഞും കൊണ്ട് തന്നെ ചതിയനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്യോഗസ്ഥനാക്കിയതാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നാ ലില്ലാഹ്. എന്തും പറയും ചിലർ അധികാരം കിട്ടിയാൽ. ദാവൂദ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു പള്ളിയിൽ മെമ്പറിന്റെ അവിടെ. മഹാനവറുകൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, നിർത്തലാണ്. അപ്പൊ എല്ലാരും കൂടി ദാവൂദ് ഇബ്നു ഖൈസിനെ പൊതിഞ്ഞ്, കാരണം മൂപ്പരെ കൊന്നുപോകും,
അത് പേടിച്ചിട്ട് മഹാനവറുകളെ പൊതിഞ്ഞ്. ഇപ്പൊ മൂപ്പര് പറഞ്ഞു, അവനത് പറഞ്ഞപ്പോ എന്താണ് അവൻ പറഞ്ഞ വാക്ക്? ഒന്ന്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചതിയനാണ്. രണ്ടാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചതിയനാണെന്ന് അറിഞ്ഞും കൊണ്ട് നേതാവാക്കിയെന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥനാക്കിയെന്ന് പറഞ്ഞു. മൂന്നാമത്തത്, മകൾക്ക് വേണ്ടി റെക്കമെൻഡ് പേടിച്ചിട്ട് റെക്കമെൻഡിന് വേണ്ടി അറിഞ്ഞും കൊണ്ട് ചതിയനെ നിശ്ചയിച്ചതാണ്, സ്വാധീനം കൊണ്ട് പേടിച്ചിട്ട് ചെയ്തതാണ്. എന്തെല്ലാം കളവാൻ പറഞ്ഞത്. അതവനങ്ങ് പറഞ്ഞപ്പോ ഞാൻ കണ്ടു, റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് ഒരു കൈ ഇങ്ങോട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് ആ കൈ ചൂണ്ടിയിട്ട് പറയുന്നു, നീ കള്ളം പറഞ്ഞവനാണടോ എന്ന് റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് കൈ ഉയർത്തിയിട്ട് ആ കയ്യിലിന്റെ ആ ഭാഗത്ത് നിന്ന് ഞാൻ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആ ഭരണാധികാരിയോട് നിർത്തടാ എന്ന് ഞാൻ പറഞ്ഞെന്ന് ദാവൂദ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചരിത്രം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു പറയുന്നു, യഈലുക്കും, നിങ്ങൾക്കല്ലാഹു വഅദ് പറഞ്ഞു തരികയാണ്. ഏറ്റവും വലിയ വഅദാണ് ഖുർആൻ. യഈലുക്കും, ചിലർക്ക് ഒരു ധാരണ ഉണ്ട്, വഅദാണെങ്കിലും അവനവന്റെ ഭാഷയിലാണ്ട്, അങ്ങനെയൊന്നും വേണ്ട. ഖുർആൻ ഏറ്റവും വലിയ വഅദാണ്, അത് അറബിയിലാണ്. യഈലുക്കും ലഅല്ലക്കും തദക്കറൂൻ, അത് നിങ്ങൾക്ക് നിങ്ങൾ ഉത്ബുദ്ധരാകാനാണ്. അല്ലാഹു നിങ്ങൾക്ക് വഅദ് പറഞ്ഞു തരികയാണ്. എന്താണ് റബ്ബ് പറയുന്ന വഅദ്? ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല, യഅ്മുറുക്കും ബിൽ അദ്ലി, നിങ്ങളോട് നീതി കൊണ്ട് കൽപ്പിക്കുന്നു. യഅ്മുറുക്കും ബിൽ അദ്ൽ, നീതി പുലർത്തും. ഭർത്താവ് ഭാര്യയോട് നീതി പുലർത്തും, ഭാര്യ ഭർത്താവിനോട് നീതി പുലർത്തും, മക്കൾ ബാപ്പാനോടും ഉമ്മാനോടും നീതി പുലർത്തും, മക്കളോട് ബാപ്പയും ഉമ്മയും ഒക്കെ നീതി പുലർത്തും, ഉസ്താദിനോട് ശിഷ്യരും ശിഷ്യരോട് ഉസ്താദ്, സ്നേഹിതന്മാര് പരസ്പരവും, നേതാക്കളും അനുയായികളും അനുയായികൾ നേതാക്കളും എല്ലാവരും നീതി പുലർത്തും. നീതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നീതി പുലർത്തും. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി, സുബ്ഹാനല്ലാഹ്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന് ബാപ്പ ബശീർ റളിയല്ലാഹു അൻഹുവിന് സ്വത്ത് കൊടുത്തു. അപ്പോ ബാപ്പാക്ക് 2 ഭാര്യയുണ്ട്, ഒന്നിലധികം ഭാര്യമാർ. ഒരു ഭാര്യയുള്ള കുട്ടിയാണ് നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോ സ്വത്ത് കിട്ടിയപ്പോ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, എന്റെ മകന് നിങ്ങൾ കൊടുത്ത സ്വത്ത് അത് മകനെ സ്വീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സുബ്ഹാനല്ലാഹ്. സാധാരണ ഉമ്മാർ അങ്ങനല്ല. ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് ഭർത്താവ് അവരവരുടെ മകനിക്ക് എന്തെങ്കിലും കൊടുത്താല് വലിയ സന്തോഷ. ഈ കിട്ടിയ സന്തോഷം മാത്രമല്ല, മറ്റേ പെണ്ണിന്റെ മകന് കിട്ടാത്ത വകയിലും ഒരു സന്തോഷം. അങ്ങനല്ലേ ഒന്നിലധികം ഭാര്യമാരുണ്ടാകുക. മുമ്പ് ഒരാൾ പറഞ്ഞിരുന്നു, എന്റെ ശമ്പളം കൂട്ടിയില്ലും പ്രശ്നമില്ല, മറ്റവന്റെ ശമ്പളം കുറച്ചാൽ മതി. അങ്ങനല്ലേ ഏകദേശം ആളുകളിൽ മനസ്സിലാകുക. പക്ഷേ സഹാബിയത്തായ വനിത
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മനസ്സ് സംസ്കരിച്ച വനിതയല്ലേ? ഞാൻ മാത്രമല്ലല്ലോ ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, വേറെയും ഭാര്യമാരുണ്ടല്ലോ. എല്ലാ മക്കളോടും ഭാര്യമാരോടും നീതി പുലർത്തണമല്ലോ. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോ അങ്ങനെ നമുക്ക് എത്ര കല്യാണം കഴിക്കാൻ പറ്റും? ഒറ്റ കല്യാണം കഴിച്ചില്ല അല്ലെ? എത്ര വിവാഹം മാത്രമേ കഴിക്കാം? എനിക്ക് ചുരുങ്ങിയ ചില ആളുകൾ 2 പറ്റുന്നവരുണ്ടാകാം, വളരെ വളരെ ചുരുങ്ങിയ ചില ആളുകൾ 3 പറ്റുന്നവരുണ്ടാകാം, വളരെ 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 ചുരുങ്ങിയ ചില ആളുകൾക്ക് 4 പറ്റുന്നവരുണ്ടാകാം. അങ്ങനെ അല്ലാതെ നമുക്കൊക്കെ 4 പറ്റുന്നല്ല ചിലകൾ വെക്കണ്ട. ചിലർ പറയും ഇസ്ലാം മതം 4 മദ്ഹബാണ്. അങ്ങനെ ഇസ്ലാം മതം ഒരൊറ്റ മദ്ഹബ്, ഒരൊറ്റ മദ്ഹബ്. 5 നേരം നിസ്കരിക്കണം, ഒറ്റ മദ്ഹബ്. പലിശ പാടില്ല, ഒറ്റ മദ്ഹബ്. കള്ളുടിക്കാൻ പാടില്ല, ഒറ്റ മദ്ഹബ്. റമളാനിൽ നോമ്പെടുക്കണം, ഒറ്റ മദ്ഹബ്. കഴിവുള്ള ഹജ്ജ് ചെയ്യണം, ഒറ്റ മദ്ഹബ്. മദ്ഹബുണ്ട്. വളരെ 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 ചുരുങ്ങിയ വിഷയങ്ങളിൽ 3 മദ്ഹബുണ്ട്. വളരെ 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 ചുരുങ്ങിയ വിഷയങ്ങളിൽ 4 മദ്ഹബുണ്ട്. 4 കൂടുതലില്ല. ഇങ്ങനെയാ, അല്ലാതെ എല്ലാ വിഷയത്തിലും 4 വീക്ഷണമല്ല. പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വിഷയങ്ങളിലൊക്കെ ഒറ്റ മദ്ഹബ്. സുബ്ഹാനല്ലാഹ്, ഇതിപ്പോ ക്ലിപ്പിങ്ങിന്റെ കാലാണ്. എന്റെ പ്രസംഗത്തിന്റെ അപ്പുറം ഇപ്പുറം കാട്ടിട്ട് ചിലപ്പോ കണ്ടോ പേരോട് മാറിയിട്ടുണ്ട്, ഇയാളിപ്പോ ഒറ്റ മദ്ഹബാന്ന് പറയുന്നുണ്ട് എന്നൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇന്നലെ ഒരാളൊരു ക്ലിപ്പ് കേൾപ്പിച്ചു തന്നു. എന്റെ പ്രസംഗത്തിന്റെ അപ്പുറവും കട്ട് ഇപ്പുറവും കേട്ട് എന്നിട്ട് മദ്യത്തുനിന്ന് എടുത്ത് അതിന്റെ അപ്പുറം എടുത്ത് എന്നിട്ട് അവരെ വകയിൽ സുബ്ഹാനല്ലാഹ് ഞാൻ പറയാത്ത ആശയമാക്കി മാറ്റി എന്നിട്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു. അതും ആര് ബിരുദെടുത്ത മനുഷ്യന്മാര്, അല്ലാഹു നന്നാക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് എല്ലാ വിഷയത്തിലും 4 മദ്ഹബ് അല്ല, മനസ്സിലായില്ലേ? വളരെ ചുരുങ്ങിയ ചില വിഷയത്തിൽ, അതും ശാഖാപരമായ വിഷയത്തിലാണ് 4 മദ്ഹബ്. അധികം 2 കാര്യം കൊണ്ടുപോകാനുള്ള പ്രാപ്തി എനിക്കില്ല, എനിക്ക് അതിനുള്ള സമയവുമില്ല, നോക്കാതെ എനിക്ക് നേരില്ല. പിന്നല്ലേ ഒന്നിലധികം. അപ്പൊ ഒന്നിലധികം വിവാഹം കഴിക്കുന്നതിന് ഒരുപാട് നിബന്ധനകളുണ്ട്, ഉള്ളവർ വളരെ കുറവാണ്. പക്ഷേ ഒന്നിലധികം വിവാഹം കഴിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീതി പുലർത്താൻ കഴിയണം. ഒരു ഭാര്യയോട് തന്നെ നീതി പുലർത്താൻ വളരെ പ്രയാസമാണ്. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നല്ല തഖ്വയുള്ള ഉമ്മയാണ്. ആ ഉമ്മ കാണുന്നത് ഭർത്താവ് അവരുടെ മകന് നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന് സ്വത്ത് കൊടുത്തിരിക്കുന്നു. അതുപോലെ വേറെ ഭാര്യയിലും മക്കളുണ്ട്, അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഭർത്താവ് ചെയ്തത് നീതിയല്ല, എന്റെ മകന് മാത്രം കൊടുത്തത് നീതിയല്ല. അതുകൊണ്ടാണ് ആ ഉമ്മ പറഞ്ഞത് വാങ്ങൂല, എന്റെ മകനെ വാങ്ങാൻ അനുവദിക്കൂല. സുബ്ഹാനല്ലാഹ്, പലരും മറ്റവന്റെ സ്വത്ത് എങ്ങനെയുണ്ട് എനിക്ക് കൈവശപ്പെടുത്താൻ നോക്കുന്നവരില്ലേ, വാങ്ങിയിട്ട് കൊടുക്കാത്തവരില്ലേ? അതെന്താ മക്കളെ? ഞാൻ പറയും ലാസ്റ്റ് ഇപ്പൊ നിങ്ങൾ കൊടുത്താൽ ആൾക്കാർ അത് വായിക്കും, പിന്നെ ഞാൻ വേദർന്ന് വെറുതെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മകനെ കൊടുത്തത് വാങ്ങാൻ മകനെ അനുവദിക്കുന്നില്ല. അല്ലാഹു പൊരുത്തപ്പെടുമോ ഇല്ലേ നോക്കണം. അതുകൊണ്ട്
ശ്രദ്ധിച്ചത് നക്കുന്ന നായയെ പോലെയാണെന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷേ ബാപ്പ മക്കൾക്ക് കൊടുത്തതിനത് ബാധകമല്ല. ഉമ്മ മക്കൾക്ക് അധികാരമുണ്ട്. ബാപ്പക്ക് വലിയ സ്ഥാനമാണ്, ഉമ്മക്ക് വലിയ സ്ഥാനമാണ്. അത് ചെറിയ സ്ഥാനമല്ല. അല്ലാഹുവിന്റെ വീടാണ് കഅബ. കഅബയുടെ സമീപത്തേക്ക് പോവുകയാണെങ്കിലും ബാപ്പാന്റെ ഉമ്മാന്റെയും സമ്മതം വേണം. കഅബന്റെ സമീപത്തേക്ക് സുന്നത്തായ ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോ ബാപ്പ പോകണ്ടെന്ന് പറഞ്ഞാ പോക്ക് നിർത്തിവെക്കലല്ലാതെ നിർവാഹമില്ല. ഉമ്മയോ ഉമ്മാമയോ പറഞ്ഞാ പോക്ക് നിർത്തിവെക്കലല്ലാതെ നിർവാഹമില്ല. അത് കഅബത്തിനടുക്കലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുമായി മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന ഇബാദത്താണ് നിസ്കാരം. ആ നിസ്കാരം സുന്നത്തായ നിസ്കാരമാണെങ്കിൽ ബാപ്പയോ ഉമ്മയോ വിളിച്ചാൽ അതിനുത്തരം ചെയ്തില്ലെങ്കിൽ അവരെ മനസ്സിന് പ്രയാസമുണ്ടാകുമെന്ന് തോന്നിയാൽ അതേ നിസ്കാരം ബാത്തിലാക്കിയിട്ട് ബാപ്പാന്റെയും ഉമ്മാന്റെയും വിളിക്ക് ഉത്തരം ചെയ്യണം. അത്രയും വലിയ സ്ഥാനമാണ് ബാപ്പക്കും ഉമ്മക്കും ഇസ്ലാമിൽ. ചെറുപ്പക്കാരെ, മറന്നു പോകരുതേ. ബാപ്പ വേണ്ടെന്ന് പറഞ്ഞാ വേണ്ടെന്ന് വെക്കണം, വേണമെന്ന് പറഞ്ഞാൽ വേണമെന്ന് വെക്കണം, ഉമ്മ പറഞ്ഞാൽ നിർത്തിവെക്കണം. ബാപ്പാനെയും ഉമ്മാനെയും തള്ളാൻ പറ്റൂല. അനിഷ്കുർലി വലിവാലിദൈ, എനിക്ക് നന്ദി ചെയ്യണം, മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അത് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നീതി എന്ന് പറയുന്നത് മക്കളോട് ബാപ്പ നീതി കാണിക്കണം. ബാപ്പക്ക് വലിയ സ്ഥാനമുണ്ടെങ്കിലും മക്കൾക്കിടയിൽ വിവേചനം കാണിക്കരുത്. അതേ സമയത്ത് സുഹൃത്തുക്കളെ, എവിടെയും മനുഷ്യൻ നീതി പുലർത്തണം. ഇസ്ലാമിന്റെ നീതിയാണ് ഇസ്ലാമിനെ ലോകമെമ്പാടും വളർത്തിയത്. ഇസ്ലാം വളർന്നത് വാളുകൊണ്ടല്ല, ഇസ്ലാം വളർന്നത് ഭീകരവാദം കൊണ്ടല്ല, ഇസ്ലാം വളർന്നത് അതാ ബലം പ്രയോഗിച്ച് മുട്ടിയുരുട്ടിയിട്ടല്ല. ഇസ്ലാം വളർന്നത് മഹാന്മാരുടെ കറാമത്ത് മുഖേനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് മുഖേനയാണ് തുടക്കം. അതിനുശേഷം പിന്നെ ഔലിയാക്കളുടെ കറാമത്ത് മുഖേനയാണ്. അതുപോലെ ഇസ്ലാമിന്റെ സൗന്ദര്യം മുഖേനയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതിന്റെ നീതിയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പടത്തൊപ്പി അല്ലെങ്കിൽ പടയെങ്കി വീണുപോയി, നഷ്ടപ്പെട്ടു പോയി. ഭരിക്കുന്നത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവാണ്. കുറെ തെരഞ്ഞു നോക്കി, കണ്ടില്ല. കാണാവിഷമത്തിൽ അലി റളിയല്ലാഹു അൻഹു അത് വിട്ടു. പക്ഷേ പിറ്റേ ദിവസം ഇങ്ങനെ പോകും, അതിൻ്റെതാണ് ഇങ്ങനെ തരണോ. അത് സാധാരണ നമ്മുടെ സാധനം ഒരാളെ കൈ കണ്ടായി തരണോന്ന് അറിയില്ല, എനിക്ക് തരണോ. അയാൾ പറഞ്ഞു, നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിക്കുന്നൊന്നുമില്ല, ഇതെന്റേതാണ്, എന്റെ കൈവശത്തിലാണ്. ആള് കുഴപ്പമില്ല, നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിക്കുന്നൊന്നുമില്ല, അതേ സമയത്ത് ഇതെന്റേതാണ്, എന്റെ കൈവശത്തിലാണ്, എന്റേതാണ് തന്നെ അവകാശവാദമാണ്, എന്റെ കൈവശത്തിലാണ് നിന്നെ തെളിവാ. കാരണം ഒരാളെ കൈവശത്തിൽ ഉണ്ടാകുക എന്നുള്ളത് അതൊരു തെളിവാ, അയാളതാകാൻ സാധ്യത ഉണ്ടാക്കുന്ന ഒരു തെളിവാണ് കൈവശത്തിൽ. എന്റെ ഈ പെണ്ണ് എന്റേതാന്നുള്ളതിന് തെളിവ് എന്റെ കീശയിലുണ്ട് എന്നുള്ളതിന് അതെന്റെ ആണെന്നുള്ളതിന് തെളിവാണ്. ഇനി നിങ്ങളതാണെങ്കിൽ നിങ്ങൾ വേറെ തെളിവ് കൊണ്ടുവരണം, ഇത് നിങ്ങളതാന്നുള്ളതിന്. അങ്ങനെയാണത്, കൈവശത്തിലുണ്ടാകുന്നുള്ള ഒരു തെളിവാണ്. അതുകൊണ്ട് എന്റേതാവൂല, എന്റേതാണെങ്കിലേ എന്റേതാവുള്ളൂ. യഥാർത്ഥത്തിൽ എന്റേതല്ലെങ്കിൽ എന്റേതാവൂല. പക്ഷെ അതൊരു തെളിവാണ്, ആളെ മുമ്പ് പറയാൻ പറ്റുന്ന ഒരു തെളിവാണ്, കോടതി പറയാൻ പറ്റുന്ന ഒരു തെളിവാണ്, എന്റെ കൈവശത്തിലാണ്. അപ്പോ
അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നിന്റേതാവൂല, നിന്റേതാണെങ്കിൽ ഒന്നുകിൽ എനിക്ക് വിൽക്കണം, ഞാൻ വിറ്റിട്ടില്ല, അല്ലെ ഞാൻ വെറുതെ ആണ്, ഞാൻ വെറുതെ എന്റേതാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു ബൈനി വബൈനക മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഖാദിയില്ലേ, ജഡ്ജി. ഖാദി എന്ന് പറഞ്ഞാൽ നിക്കാഹിന് വാജബിന്റെ കൊടുക്ക, അത് മാത്രം ഡ്യൂട്ടിയുള്ള ആളല്ല, ശരിയായ ഖാദി, ജഡ്ജി, അതാണ് ശരിയായ ഖാദി. മുസ്ലിമീങ്ങളെ ജഡ്ജി ഉണ്ടല്ലോ, സുബൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ആണ് അന്നത്തെ ജഡ്ജി. അലി ഇബ്നു അബി താലിബ് എന്നുള്ള ഭരണത്തിന് കീഴിലുള്ള ജഡ്ജിയാണ്. നമ്മൾ ഖാദി ജഡ്ജിന്റെ അടുത്ത് പോവാ, ഓ അലി റളിയല്ലാഹു അൻഹു, അതെ അതിനൊക്കെ നിയമം കയ്യിലെടുത്താ തീവ്രവാദല്ലേ, തീവ്രവാദത്തിന് നമ്മൾ ജഡ്ജിന്റെ അടുത്ത് പോവാ. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണെങ്കിലും നിയമം കയ്യിലെടുത്തില്ല. നിയമം കയ്യിലെടുക്കുന്നതിന്റെ പേരാണ് തീവ്രവാദം. മഹാനായ അലി റളിയല്ലാഹു അൻഹു നേരെ കോടതിയിലേക്ക് പോയി. അവിടെ അതാ മഹാനവറുകൾക്ക് പറയാനുള്ള കംപ്ലൈന്റ് ബോധിപ്പിക്കുന്നു ജഡ്ജിയുടെ മുമ്പില്. സുറൈഹുൽ ഖാദി അത് മുഴുവനും കേട്ടു. ഒരു പക്ഷം മാത്രം കേട്ട് തീരുമാനം പറയാൻ പറ്റൂല, മറുപക്ഷത്തിൻ്റെതും കേൾക്കണം. നമുക്ക് പലപ്പോഴും വരുന്ന ഒരു അബദ്ധാണത്. വളരെ അടുത്ത ആളാണ് പറയുന്നതെങ്കിൽ അയാൾ പറഞ്ഞ അപ്പത്തന്നെ അങ്ങ് നേരാക്കും, അതിന്റെ അപ്പുറം ചിന്തിക്കൂല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അപ്പുറവും കൂടി കേൾക്കണം, ചിന്തിക്കൂല. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റേത് മുഴുവനും കേട്ടു. ശേഷമതാ പ്രതിയായ അമുസ്ലിം സഹോദരന് സമയം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അമീറുൽ മുഅ്മിനീൻ അലിയെ തെറ്റിദ്ധരിക്കുന്നില്ല, പക്ഷേ ഇതെന്റേതാണ്, എന്റെ കൈവശത്തിലാണ്, എന്റേതാണ് അവകാശവാദം, എന്റെ കൈവശത്തിലാണ് തെളിവ്. ഇനിയിപ്പോ തിരിച്ച് അവകാശം തെളിയിക്കേണ്ടത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ്. സുറൈഹുൽ ഖാദി പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളതാണെന്നതിൽ നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ? എന്താ തെളിവ്? ഇസ്ലാമിൽ 2 സാക്ഷി വേണം, സത്യസന്ധരായ 2 സാക്ഷികൾ. സുബ്ഹാനല്ലാഹ്, സത്യസന്ധരായ 2 സാക്ഷികൾ വേണം. സാക്ഷിക്ക് ഒരുപാട് നിബന്ധനയുണ്ട്. ഞാനിപ്പോ കൊട്ടോപ്പാടത്തൊരു പ്രസംഗം കഴിഞ്ഞു വരിക. അപ്പൊ ഞാൻ അവിടുന്ന് ഒരു മുസ്ലിയാരോട് ചോദിച്ചു, ഇവിടുന്ന് മോളൂരേക്ക് എത്ര മിനിറ്റ് വേണോന്ന് ചോദിച്ചു, പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ്. എന്നോട് പറഞ്ഞ അരമണിക്കൂർ. ഞാൻ പറഞ്ഞു, നിങ്ങൾ മുത്തഹമാണ്, നിങ്ങൾ ഇന്ന് പറഞ്ഞാൽ നേരാക്കൂല. അതെന്താ, നിങ്ങളെ പരിപാടി ഉണ്ട് ഇവിടെ, അപ്പൊ പരമാവധി കുറച്ച് പറയാൻ നോക്കൂ നിങ്ങൾ. ഞാൻ തമാശ പറഞ്ഞതാണ്. അപ്പോ ഒരാളൊരു കാര്യം പറയുമ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് ചിന്തിക്കാതെ അദ്ദേഹം പറയുന്നത് അങ്ങനെ നേരാക്കാൻ പറ്റില്ല. അതാണ്. അപ്പൊ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 സാക്ഷികളല്ല, 2 സാക്ഷി തരാന്ന് പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചു. അത് ഒന്ന് എന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് എന്റെ അടിമ ഖംബറുമാണ്. ഉടനെ ഖാദി സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു ഈ കേസിൽ സാക്ഷിക്ക് പറ്റൂല. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന മകൻ, അഥവാ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മകളുടെ മകൻ. അല്ലാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേകതകളുണ്ട്. അത് റസൂലുള്ളാഹിക്ക് മാത്രം പ്രത്യേകതയുള്ള ചില വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവിടുത്തെ പെൺകുട്ടിയുടെ മക്കൾ സ്വന്തം മക്കളുടെ സ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇന്നബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ മകൻ നേതാവാണ് എന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. മകളുടെ മകൻ, അതേ സാധാരണ നിലക്ക് അത് മകനായി കൂട്ടൂല, പേരമക്കളെ കൂട്ടത്തിൽ വരുന്ന അതേ മകളുടെ മക്കളെ കൂട്ടത്തിൽ കൂട്ടാറില്ല. പക്ഷേ നബിതങ്ങൾക്കുള്ളൊരു പ്രത്യേകതയാണ്, മകളുടെ മകൻ മകനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടുന്ന് ഇന്നബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ മകൻ നേതാവാണെന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. ആ മകനെയാണ് ഒന്ന് സാക്ഷിയായി കൊണ്ടുവരുന്നത്. ഖാദി പറയുന്നു, ഹസൻ റളിയല്ലാഹു അൻഹു ഈ കേസിൽ സാക്ഷിക്ക് പറ്റൂല. അലി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ചെറുപ്പക്കാര നേതാവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സാക്ഷിക്ക് പറ്റൂല എന്നാണോ പറയുന്നത്? അപ്പൊ ഖാദി പറഞ്ഞു, അതൊക്കെ ശരിയാണ്, സ്വർഗത്തിലാണ് എനിക്കോ, ഞാനും അത് വിശ്വസിക്കുകയാണ്, എനിക്ക് വലിയ ബഹുമാനവുമാണ്. പക്ഷേ ബാപ്പക്ക് അനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതിയിൽ സ്വീകരിക്കൂല.
അത് പറയുന്നത് കളവായത് കൊണ്ടല്ല, ആള് മോശക്കാരനായത് കൊണ്ടല്ല, ഇസ്ലാമിന്റെ നിയമമാണ്. വകദാലിക ജഅൽനാകും, അതേ വകദാലിക ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഹാ വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരു ശരീഅത്ത് നൽകിയിട്ടുണ്ട്, നിയമം നൽകിയിട്ടുണ്ട്. അത് ഫോളോ ചെയ്തോളണം എന്ന് നിർദ്ദേശമാണ്. ആ നിയമം മറികടക്കാൻ പറ്റൂല. നിങ്ങളെ മകൻ വലിയ മഹാനാണ്, പക്ഷേ ബാപ്പക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞാൽ എടുക്കാൻ പറ്റൂല. ഇസ്ലാമിന്റെ വിശാലത നോക്കണേ മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ. അപ്പുറത്തുള്ളത് ഒരു മജൂസിയാണല്ലേ, യഹൂദിയാണ്. ഇപ്പുറത്തുള്ളത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. ഇവിടെ സാക്ഷി പറയാൻ പോകുന്നത് റസൂലുള്ളാഹിന്റെ മകളെ മകനാണ്. അതിനേക്കാൾ വലിയ മഹാന്മാര് വേറെയുണ്ടോ? എന്നിട്ടും ആ അമുസ്ലിം സഹോദരന്റെ കേസിൽ, ആ അമുസ്ലിമിനെതിരായി പറയുന്ന വിഷയത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സാക്ഷി സ്വീകരിക്കൂല എന്നാണ് ഖാദി മഹാനായ ശുറൈഹുൽ ഖാദി കോടതിയിൽ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിന്റെ ഒരു നീതി നോക്കണേ മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ. എല്ലാവരും മനസ്സിലാക്കണം ഇസ്ലാം എന്താണ് അതിന്റെ നീതി. ഇപ്പോൾ ഇവിടെ നീണ്ട പ്രസംഗം നടത്താൻ നിവൃത്തിയില്ല. നീണ്ട പ്രസംഗം കേൾക്കേണ്ടവർക്ക് ആയിരക്കണക്കിന് സീഡികളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു നിങ്ങളുടെ മദ്ഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നാട്ടിന്റെ മദ്ഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പാന്റെ മദ്ഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഒക്കെ ഉൾക്കൊള്ളുന്ന ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, അതുപോലെ വശംസി വദുഹാഹാ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയ സൂറത്തുകളൊക്കെ ഈ അടുത്തിറങ്ങിയ സീഡികളാണ്. 100 രൂപ എടുത്താൽ എല്ലാം കിട്ടും. ഞാനിപ്പോൾ വളരെ ചുരുക്കി പറയാണ് സുഹൃത്തുക്കളെ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ പ്രതികരണം എന്താണ്? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. സത്യം അലി റളിയല്ലാഹുവിന്റെ പക്ഷത്താണ്. കാരണം സാധനം അലി ഇബ്നു അബീ ത്വാലിബിന്റെതാ, അസത്യം ഇവന്റെ പക്ഷത്താ. അലി റളിയല്ലാഹു അൻഹു പോയത് കോടതിയിലാ. പിടിച്ചിട്ടാൻ നമുക്ക് അലി റളിയല്ലാഹു പിടിച്ചു വാങ്ങാനും വാതിൽ ഒറ്റ കൈ കൊണ്ട് പിടിച്ചു പറച്ച ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ്. ഇവനൊരു ഊത്തിനില്ല ഈ ചങ്ങായി. പക്ഷേ അവിടെ അലി റളിയല്ലാഹു അൻഹു ശക്തി കാണിക്കുന്നില്ല. കോടതിയിൽ പോവാണ്, കേസ് കൊടുക്കുകയാണ്. ആ കേസില് 2 സാക്ഷി വേണം എന്ന് പറയുമ്പോ സ്വന്തം മകനെയും അടിമയെയും നേരിൽ അറിയുന്ന 2 സാക്ഷികളെ കൊടുക്കുകയാണ്. അപ്പൊ ഖാദി പറയാണ് സ്വന്തം മോന് ബാപ്പാക്ക് വേണ്ടി പറഞ്ഞാല് ശരീഅത്തിന്റെ നിയമമനുസരിച്ച് സാക്ഷി കൊടുക്കാൻ പറ്റൂല. എന്താ ചെയ്തത്? അവിടെയാണ് അച്ചടക്കം. എന്റെ മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, യുവാക്കൾ പ്രത്യേകിച്ചും മനസ്സിലാക്കണം. ശരീഅത്തിന്റെ നിയമത്തിനപ്പുറം നമുക്കൊരു പ്രവർത്തനവും പറ്റൂല. അലി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? എന്നാൽ ഓ യഹൂദിയല്ലേ മജൂസി, ആ പടയെങ്കി നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വിശാല മനസ്സൊക്കെ. നമ്മളാണെങ്കിൽ മരിക്കുന്നവരെ ഞാൻ പൊരുത്തപ്പെടൂല. പോന്ന പോക്കിൽ കാല് വെച്ചുത്തി വീണ്ടുണ്ടേ സിറാജുള്ളതിലേക്ക് 1000 ഉറുപ്പിക കൊടുക്കും അല്ലേ? അങ്ങനല്ലേ നമ്മള് ചിലപ്പോ പറയാം, അല്ലെ രാസീനോന്നും ഇങ്ങനൊക്കെ നേർച്ചയാക്കൂലേ നമ്മള്? ഇങ്ങനെയൊന്നല്ല. അത് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ വിശാലമായ മനസ്സ്? അത് വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ല. തീവ്രവാദമോ ഭീകരവാദമോ അവയ്ക്ക് പോയിട്ടില്ല. നീതിയല്ലാതെ മറ്റൊന്നുമില്ല, അച്ചടക്കമല്ലാതെ ഒന്നുമില്ല. നിയമം കയ്യിലെടുക്കുന്ന പ്രശ്നമില്ല. ഞാനത് നിനക്ക് പൊരുത്തപ്പെട്ടിരിക്കുന്നു. കാരണം ഈ 2 ആളല്ലാത്ത വേറെ സാക്ഷികൾ എനിക്കില്ല. ഞാൻ നിയമത്തിന്റെ മുമ്പിൽ വിധേയമായി നിനക്കത് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ മജൂസി ചോദിക്കുകയാണ്, അതെ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടിരിക്കുകയാണല്ലേ, എന്നാ നിങ്ങൾ പോകല്ല. ഇത് നിങ്ങളുടേതാണ് എന്നതിന് നിങ്ങളെ മകനല്ലാത്ത ഒരു സാക്ഷിയുണ്ട്. അതാരാ? അത് ഞാൻ തന്നെ. എനിക്കറിയാലോ ഇത് നിങ്ങളതാണ്. നിങ്ങളോട് വീണുപോയിട്ട് ഞാൻ എടുത്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മകനല്ലാത്തൊരു സാക്ഷിയുണ്ട്. നിങ്ങൾ പോകല്ല. ഞാൻ പറയാം കോടതിയിൽ, ഇത് ഞാൻ അനധികൃതമായി കയ്യിലാക്കിയതാണ്, ഇതെന്റേതല്ല നിങ്ങളുടേതാണെന്ന് ഞാൻ പറയാം. അതും പറഞ്ഞിട്ടാ യഹൂദിയല്ലേ മജൂസി പറയാണ്, ഇതെന്തൊരു പ്രസ്ഥാനമാണ്,
ഇതെന്തൊരു നേതൃത്വമാണ്, ഇതെന്തൊരു നിയമമാണ്. വർഗീയതയില്ല, വിഭാഗീയതയില്ല, സത്യസന്ധമല്ലാത്ത വിഷയങ്ങളില്ല, നിയമം കയ്യിലെടുക്കലില്ല, ഊക്ക് കാണിക്കലില്ല, ശക്തി പ്രയോഗിക്കലില്ല. നിയമത്തിലെല്ലാവരും ഒരുപോലെ. ഇതെന്തൊരു വ്യവസ്ഥിതി, എന്തൊരു നിയമം! ഈ നിയമമല്ലേ ഇസ്ലാം. അത് തന്നെയല്ലേ എനിക്കും സ്വീകരിക്കാൻ ഏറ്റവും അനുയോജ്യം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അദ്ദേഹം ആ സെക്കൻഡിൽ തന്നെ മുസ്ലിമായി പോയി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നീ ഇത് അംഗീകരിച്ച സ്ഥിതിക്ക് പടയങ്കി മാത്രമല്ല, പടത്തൊപ്പി മാത്രമല്ല, ഞാൻ ഹദിയ തരുന്നു. അത് ഞാൻ തിരിച്ചു വാങ്ങുന്നില്ല. അത് നിനക്ക് പൊരുത്തപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാൻ എന്റെ കുതിരയെയും കൂടി നിനക്ക് തരുന്നു. സുഹൃത്തുക്കളെ, സത്യം അംഗീകരിക്കുമ്പോൾ ആ അംഗീകരിക്കുന്നവനോടൊരു സ്നേഹമാണ്, ഒരു ബഹുമാനമാണ്, അവന് സമ്മാനമാണ്. അത് സ്വാഭാവികമാണ്. അലി റളിയല്ലാഹു അൻഹു കുതിരയെ കൂടിക്കൊടുക്കുന്നു. ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടല്ല, ഇസ്ലാം പ്രചരിച്ചത് ഊക്കുകൊണ്ടല്ല, ഇസ്ലാം പ്രചരിച്ചത് നീതി കൊണ്ടാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്. എല്ലാ വെള്ളിയാഴ്ചയും കേൾപ്പിക്കാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു തആല നീതി കൊണ്ട് കൽപ്പിക്കുന്നു. എപ്പോഴും നീതി മുറുകെ പിടിക്കുന്നവരാകണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അതേപോലെ തന്നെ ആത്മാർത്ഥത വേണം. അള്ളാഹുവിന്റെ പൊരുത്തം കരുതി മാത്രം സംസാരിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തം കരുതി മാത്രം പ്രവർത്തിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തം കരുതി മാത്രമാകണം ചലനങ്ങളും അടക്കങ്ങളും സ്ഥാപനങ്ങളും സംരംഭങ്ങളും അതേ സംഘടനകളും പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തം കരുതിയിട്ടാകണം. അതില്ലെങ്കിലോ എത്ര രസമുള്ള പ്രവർത്തനമാണെങ്കിലും ഫലമുണ്ടാകൂല. അതാണ് ഇമാം ബൂസരി തങ്ങൾ അവിടുത്തെ ബുർദയുടെ തുടക്കത്തിൽ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് കുറെ സംസാരിച്ചു. വാസ്തവത്തിൽ അത് എനിക്കും നിങ്ങൾക്കും പാഠമാണ്. സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് ഔലിയാക്കളുടെ സ്വഭാവമാണ്, ആരിഫീകളുടെ സ്വഭാവമാണ്. അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിക്കും. അത് കേട്ടിട്ട് മറ്റുള്ളവർ നന്നാകാനാണിത്. അതാണ് فإن أمارتي بسوء ما تعالت من جهل حابي نذير سيبي والحرم. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്തിലേക്ക് മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇമാം ബൂസരി റളിയല്ലാഹു തആല അൻഹു തങ്ങള് അവിടുന്ന് അതാ പറയുന്നു, ഈ നരവന്നില്ലേ, ശരീരത്തിൽ നരവന്നില്ലേ? എന്താണ് അരണ എന്താ ചെയ്യുന്നത്? അതങ്ങനെ പോലും അരണ ആരും ചെയ്യില്ല. പോയിക്കോട്ടെ വയലൊക്കെ വന്നിറങ്ങി വയലൊക്കെ വരുന്ന ഇറങ്ങുണ്ടാവൂ. എന്തെല്ലാം ഉണ്ടാവും? അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ എന്തൊക്കെ ഉണ്ടാവും? അല്ലാഹ് അതിന് പേടിച്ചിട്ടാണ് നിങ്ങൾ അവിടെ നിന്ന് ടൈമിലാണ് അവിടെ നിന്ന് ഒന്നും ചെയ്യണ്ടേ. അങ്ങനെ ഇങ്ങോട്ടാ വരിക, ഇങ്ങോട്ടോ എന്റെ അല്ലാഹ് അത് തൊടാണ്ട് അതാ കിടന്നിടത്ത് കിടന്നോട്ടെ. വെച്ചാൽ ഒരു പ്രശ്നമുണ്ട്.
പഠിച്ചറപ്പേ പേടിച്ചിട്ടുണ്ട്. മെല്ലെ തൊടണ്ട പേടിപ്പിക്കാം, പാവം പേടിപ്പിക്കാം. പോട്ടെ, ഓക്കെ പോട്ടെ, ഒന്നും ചെയ്യാം. അല്ലോ മതി, ഇനിയൊന്നും ചെയ്യണ്ട, പോട്ടെ, ഒന്നും ചെയ്യണ്ട, അത് പേടിപ്പിക്കണ്ട. അല്ലോ, എത്ര സൃഷ്ടികളാണ് അല്ലാഹു തആലക്ക്, എത്ര സൃഷ്ടികളാണ്. എന്താണ് അല്ലാഹു തആല അതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചതെന്ന് ആർക്കാ അറിയാവും? വേണ്ട, ഇപ്പം അതിൻ്റെ പിന്നാലെ നടക്കണ്ട, അവിടെ നിന്നോട്ട് പാവം. അല്ലാഹു തആല എന്തെല്ലാം സൃഷ്ടികളെയാണ് സൃഷ്ടിച്ചത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്ത് അല്ലേ? പൂച്ചയെ കെട്ടിയിട്ട് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ട് നരകത്ത് കടന്നു എന്നല്ലേ പറഞ്ഞു. എന്താ ഇപ്പോൾ പൂച്ചേനെ കൊണ്ട് കാര്യം? എത്രയോ കലമ്പൊളിക്കുന്നു അല്ലേ? ഒന്നുമല്ല. അതുകൊണ്ട് അല്ലാഹു തആല ഒരുപാട് വിഷയങ്ങൾ വെച്ചിട്ടുണ്ട് പൂച്ചയെ കൊണ്ട്. പൂച്ച ഏറ്റവും വലിയ ഡ്യൂട്ടി, പൂച്ചന്റെ ഡ്യൂട്ടി ക്ലീനിങ്. നമ്മൾ കൊണ്ടുപോയിട്ട് മത്തിന്റെ തല, അയലന്റെ തലയൊക്കെ കൊണ്ടുപോയി സ്ഥലത്ത് എറിഞ്ഞാൽ അത് പിന്നീട് നാറും. ഒക്കെ മൂപ്പര് കാർപ്പറ്റ് അടിക്കുന്ന മെഷീൻ മാതിരി ഒക്കെ ബാറ്റിലാക്കി ക്ലീനിങ്. അങ്ങനെ എന്തെല്ലാം ജീവികളെ അല്ലാഹു തആല ജീവിപ്പിച്ചു എന്നൊക്കെ വെച്ചു. എത്ര ജീവികളുണ്ട് കാട്ടില്, ഒരുപാട് ജീവികളുണ്ട് കാട്ടില്. പക്ഷേ കാട്ടിൽ ഒരു നാറ്റവുമില്ല. കാരണം നമ്മളില്ല, മനുഷ്യന്മാരില്ല. അതുകൊണ്ട് നല്ല മണം, കാട്ടില് നല്ല മണം. മനുഷ്യന്മാരുള്ള ടൗണിൽ ചെന്ന് നോക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ്, മൂത്രം മണത്തിട്ട് നടന്നുകൂടാ അല്ലേ? എല്ലാ നാശവും നമ്മളെ കൊണ്ടല്ലേ. ഈ ജീവികളൊക്കെ അതിന്റെ വഴിക്ക്, അതിന്റെ റാഹത്തിൽ അങ്ങനെ പോവല്ലേ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഞാനതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, മഹാനായ ഇമാം ബൂസരി തങ്ങൾ അവിടുന്ന് നരയെ സംബന്ധിച്ച് പറഞ്ഞു. മുമ്പൊക്കെ പാലക്കാട് ജില്ലയിൽ വന്ന് വേദറിയുമ്പോ ഒരൊറ്റ രോമവും നരച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്റെ രോമവും പലതും നരച്ചില്ലേ സുഹൃത്തുക്കളെ? നല്ല വാഴ കൃഷി നടത്തുന്ന സ്ഥലത്ത് ആ വാഴയുടെ മേലെ നല്ല കൊലകളുണ്ടായി, നല്ല കായകളുണ്ടായി. നല്ല പച്ചക്കായ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ പച്ചക്കായകളിൽ നിന്ന് ചില കായകളുടെ കളറ് മാറി മഞ്ഞയായപ്പോൾ അതിന്റെ സമീപത്തുകൂടെ പോകുന്ന എല്ലാവരും പറയുന്നു, എല്ലാവർക്കും ബോധ്യപ്പെടുന്നു. എന്താ മോനെ, ഈ സ്റ്റേജിന്റെ അടുത്ത് ആരെങ്കിലും ഒരാൾ വന്ന് കളിച്ചാൽ എല്ലാവരും അവനെ നോക്കുള്ളൂ. പിന്നെ എന്റെ വയത് വെറുതെയാ. ഞങ്ങൾ വിചാരിച്ച വെറുതെ എന്നാ. നേരത്തെ CD-ന്റെ വില അടക്കം പറഞ്ഞതിന്റെ നിങ്ങൾ വില ചോദിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധ മാറാതിരിക്കാനാ ഞാൻ കച്ചവടം ചെയ്തതല്ലത്. സുഹൃത്തുക്കളെ, ആ നല്ല വാഴക്കൊല പഴുത്തിട്ട് 1-2 കായകളുടെ കളറ് മാറിയപ്പോ എല്ലാരും പറയുന്നു, ഇനി കൂടുതൽ കാലം ഈ വാഴക്കൊല ഈ വാഴയുടെ മേലെ നിൽക്കൂല. കളറ് മാറിയാൽ പോകേണ്ട സിഗ്നല് വന്നില്ലേ? അതാണ് ഇമാം ബൂസരി എന്നെ പോലത്തെവരെ തട്ടി ഉണർത്തുകയാണ്. ഒരൽപ്പവും തെറ്റിദ്ധരിക്കേണ്ടതില്ലാത്ത ഉപദേശം നൽകുന്ന ഏറ്റവും വലിയ നദീറാണ് ഈ നര എന്ന് പറയുന്നത്. ആ നര വന്നാൽ എനിക്കാലം കുറെ ഇല്ലെന്ന് ചിന്തിച്ചുകൂടെ? ആ നരയാകുന്ന അതിഥി എന്നിലേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ ആ അതിഥിക്ക് വേണ്ടി ഞാൻ ഭക്ഷണമൊരുക്കിയിട്ടില്ലെന്നും മഹാനായ ഇമാം ബൂസരി അപലാതി പറയുന്നു. അവിടുന്ന് ഒരുക്കാത്ത ആളായിട്ട് പറഞ്ഞതല്ലത്, കേട്ടിട്ട് നമ്മൾ നന്നാകാൻ വേണ്ടി പറഞ്ഞതാണത്. സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് മറ്റുള്ളവരെ നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് അത് ആരിഫീങ്ങളുടെ ഉപദേശത്തിന്റെ വഴിയാണ്.
മനസ്സ് ക്ലിയർ ഇല്ലാത്തവർ മറ്റുള്ളവനെ ആക്ഷേപിച്ചിട്ട് ആ ആക്ഷേപം കൊണ്ട് എനിക്ക് വലിയവനാകാമെന്ന് ചിന്തിക്കും. ആരിഫീങ്ങൾ അങ്ങനെയല്ല, വേറുള്ളവനെ ആക്ഷേപിക്കാതെ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചിട്ട് അത് കേട്ട് മറ്റുള്ളവർ നന്നാകട്ടെ എന്ന് ചിന്തിക്കും. അത് ഔലിയാക്കളുടെ ഉപദേശത്തിന്റെ രൂപമാണ്. അത് തന്നെയാണ് ഇമാം ബൂസിരി വളരെ വിശദമായി അതിലേക്ക് ആഴ്ന്നിറങ്ങി പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിദി ഖൗമി ഫമാത സവ്വതു ഖബ്ലൽ മൗതി നാഫിലതൻ വല صلي سوى فرض ولم أصومي. മരണത്തിന് വേണ്ടി ഞാനൊന്നും ഒരുക്കിയിട്ടില്ലല്ലോ, സുന്നത്തൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഒന്നും എനിക്ക് യോഗ്യതയില്ലല്ലോ. ഞാൻ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയാണ്, പ്രവർത്തിക്കാതെ പ്രസംഗിക്കുന്നതിൽ നിന്ന് മാപ്പ് ചോദിക്കുകയാണ്. അങ്ങനെ പ്രസംഗിച്ചാൽ അതുകൊണ്ട് ഫലം കിട്ടുമോ? സീല് വെക്കുമ്പോ ആദ്യം സീലിന്റെ മേലെ സീല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഗതികളുടെ അച്ചിന് വേണ്ടേ? അച്ചില്ലാത്ത സീലെടുത്ത് സീല് വെച്ച കടലാസിൽ പതിയോ? ഇതുപോലെ സ്വന്തം ഖൽബിൽ അല്ലാഹുവിനെ ഭയമില്ലാതെ, സ്വന്തം ജീവിതത്തിൽ തഖ്വയില്ലാതെ കുറെ മണിക്കൂറുകൾ പ്രസംഗിച്ചാൽ അതുകൊണ്ട് ഫലം കിട്ടുമോ? അതാ വളഞ്ഞ പടിക്ക് നേരെയുള്ള നിഴല് കിട്ടുമോ? മുതനജ്ജിസായ വെള്ളം കൊണ്ട് കഴുകിയാൽ വൃത്തിയാക്കാൻ കഴിയുമോ? തഹൂറായ വെള്ളം കൊണ്ടല്ലേ ശുദ്ധിയാകുവോ? അവിടുത്തെ ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട എന്നെ പോലുള്ളവരുടെ മനസ്സ് തട്ടി ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. അൽ ഇഹ്സാൻ, അൽ ഇഹ്സാൻ ഖൽബിന്റെ അടിത്തട്ടിൽ അല്ലാഹുവിലുള്ള വേണം. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇതെങ്ങനെ വഅദ് പറയും? ഇതാര് വഅദ് പറയും? സുഹൃത്തുക്കളെ, ഈ സദസ്സ് കാണുമ്പോൾ വല്ലാത്ത ആനന്ദം. എത്ര അലിമീങ്ങളാണ്, മുതഅല്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. റബ്ബേ, ഇവരാരും ഒരു5 പൈസയും അവരെ കീശയിൽ ഒരു കവറിലിട്ട് ആരും കൊടുക്കുമെന്ന് കരുതി വന്നവരല്ലല്ലോ. അവരെ ഇൽമിന്റെ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങളല്ലേ. പടച്ച റബ്ബേ, ആ മുഅ്മിനീങ്ങളുടെ സദസ്സിൽ, ആ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് സംസാരിക്കുന്നവനെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളാരും തെറ്റ് ചെയ്യാത്തവരാണെന്നോ, ഞങ്ങള് ശുദ്ധന്മാരാണെന്നോ ഞങ്ങൾക്കൊരവകാശവാദവും ഉന്നയിക്കാനില്ല. നിന്റെ സാലിഹീങ്ങളെ വഴി പിന്തുടർന്ന് ജീവിച്ച് സാലിഹീങ്ങളെ വഴിയിൽ മരിക്കാൻ നീ ഭാഗ്യം തരണേ റഹ്മാനേ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു തആല നീതി കൊണ്ട് കൽപ്പിക്കുന്നു. വൽ ഇഹ്സാൻ, ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തി നന്മ ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ. അതുപോലെ കുടുംബങ്ങൾക്ക് നൽകണം. നബി കുടുംബത്തെ പ്രത്യേകിച്ചും പരിഗണിക്കണം. സയ്യിദന്മാരെ ആദരിക്കണം. അവനവന്റെ കുടുംബത്തിനും കൊടുക്കണം. അവനവന്റെ കുടുംബത്തെ പരിഗണിക്കണം. അതേ ഇതിൽ ഖുർബാ, കുടുംബത്തെ ഒരിക്കലും ആക്രമിക്കരുത്. കുടുംബബന്ധം മുറിക്കരുത്. കുടുംബവുമായി എപ്പോഴും നല്ല നിൽക്ക് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്, 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടി പരസ്പരം തെറ്റുന്ന ജേഷ്ഠാനുജന്മാരില്ലേ? ബാപ്പ മരിക്കുന്ന സമയത്ത് കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മരിച്ചു കഴിയുമ്പോഴേക്ക് പെങ്ങളും ആങ്ങളെയും തെറ്റിയില്ലേ? ജേട്ടനും അനുജനും താഴ്ന്ന ദുനിയാവിന് വേണ്ടി തെറ്റിയില്ലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇയാൾ ഉണ്ടാക്കി വെച്ചത് മുഴുവനും ഈ മക്കൾക്ക് പരസ്പരം തെറ്റാനുള്ള ആയുധമായി പോയല്ലോ. അല്ലാഹ്,
സുഹൃത്തുക്കളെ, കുടുംബ ബന്ധം മുറിക്കരുത്. കുടുംബത്തെ പരിഗണിക്കണം, കുടുംബത്തിന് നൽകണം. ഇതിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകറ. എല്ലാ വഷളായ കാര്യങ്ങളും അവിടുന്ന് വിരോധിക്കുന്നു, അല്ലാഹു വിരോധിക്കുന്നു. എല്ലാ തെറ്റായ കാര്യങ്ങളും വിരോധിക്കുന്നു. അന്യ പെണ്ണിന്റെ ചിത്രം പിടിച്ചെടുക്കല്ലേ ചെറുപ്പക്കാരാ. അന്യ സ്ത്രീ അന്യ പുരുഷനുമായി ടെലിഫോണിൽ സംസാരിക്കല്ലേ ഉമ്മമാരെ. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. സ്വന്തം ഭർത്താവ് വാങ്ങിത്തന്ന ഫോണില്, സ്വന്തം ഭർത്താവ് ഉണ്ടാക്കി തന്ന വീട്ടില്, സ്വന്തം ഭർത്താവ് വാങ്ങിത്തന്ന ഡ്രസ്സ് ധരിച്ച് അന്യപുരുഷനെ ആകർഷിപ്പിക്കുന്ന സ്ത്രീകളില്ലേ, വല്ലാത്ത നന്ദി കെട്ടവര് തന്നെ. സുബ്ഹാനല്ലാഹ്. സ്വന്തം ബാപ്പയും ഉമ്മയും ഒക്കെ കഠിനാധ്വാനം ചെയ്ത് 10-25 കൊല്ലത്തോളം പോറ്റി വളർത്തി, ഉറക്കൊഴിച്ച് അധ്വാനിച്ച് പോറ്റി വളർത്തി. ഒരു 25 വയസ്സ്, പെൺകുട്ടികളാണെങ്കിൽ ഒരു 18 വയസ്സ്, അല്ലെ 17, 18, 19 വയസ്സ് ആവുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് വയറ്റിലിട്ട് പോറ്റി വളർത്തിയ ഉമ്മയെ മറന്നു പോകുന്നവര്, കാഷ്ടവും മൂത്രവും കയ്യിലാക്കിയിട്ട് പോറ്റി വളർത്തിയ ഉമ്മയെ മറന്നു പോകുന്നവര്, സുബ്ഹാനല്ലാഹ് അധ്വാനിക്കാൻ വേണ്ടി പോയിട്ട് പലപ്പോഴും കൈമുറിഞ്ഞതും ഷോക്കടിച്ചതും ചിലപ്പോൾ കഫീലിന്റെ ചീത്ത കിട്ടിയതും ചിലപ്പോൾ ജയിലിൽ കിടന്നതും ചിലപ്പോൾ അന്യന്റെ കുറ്റം പറച്ചിൽ കേട്ടതും അങ്ങനെ എത്രയോ വിഷമിച്ച ബാപ്പയോട് നന്ദിയില്ലാത്തവര്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഓർക്കാണ്, ഇങ്ങോട്ടും ഒരാൾ വന്നിട്ട് ചോദിച്ചു, കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ വന്നിട്ട് നല്ല കുറച്ച് ബിരിയാണി ഉണ്ട് കൊണ്ടെത്തട്ടെ എന്ന് ചോദിച്ചു. കുട്ടികൾക്ക് കഴിക്കാനേ. അപ്പൊ കുട്ടികൾക്ക് കഴിക്കാൻ ബിരിയാണി കിട്ടിയാൽ നല്ലല്ലേ, സമ്മതം കൊടുത്ത് കൊണ്ടുപോകുന്നോളിന്നാണ്. കാരണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. ഒരു ദിവസം ഭക്ഷണം കൊടുക്കണമെങ്കിൽ എത്ര റുപ്യോളം. ഇവിടെ ഇപ്പൊ സ്ഥാപനം നടത്തുന്നു, മഅദിൻ സ്ഥാപനം നടത്തുന്നു. അല്ലാഹു തആല എല്ലാ സ്ഥാപനങ്ങളും വളർത്തിത്തരട്ടെ. അതിന്റെ പ്രയാസത്തിലാണെന്ന് നടത്തുന്നവർക്കല്ലേ അറിയുള്ളൂ, എന്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന് നടത്തുന്നവർക്കല്ലേ അറിയുള്ളൂ. കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, ബിൽഡിംഗ് ഒക്കെ കാണാൻ, പരിപാടിയൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. നടത്തുന്നവർക്കല്ലേ എന്റെ പ്രയാസം അറിയുള്ളൂ. നമുക്ക് ആകെ 2 മക്കളും, ഒരു ബാപ്പയും ഒരു ഉമ്മയും 2 മക്കളും. ഖത്തർ പോന്ന് അതിനെത്രയാ അധ്വാനിക്കുന്നു. ആകെ 4 ആളെ ചെലവ് അല്ലേ. അതേ സമയത്ത് മഅദിൽ എത്ര കുട്ടികൾക്കാ തങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടത്, മർക്കസിൽ എത്ര ആയിരങ്ങൾക്കാ ഉസ്താദ് ഭക്ഷണം കൊടുക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. സിറാജുൽ ഹുദയിൽ 1000ഓളം ആൾക്ക് ഭക്ഷണം ഈ പാവപ്പെട്ട ഞാൻ കൊടുക്കണം. അപ്പൊ ചെറിയ പ്രയാസ. അപ്പൊ ഒരു നേരത്തെ ഭക്ഷണം നല്ല ബിരിയാണി കൊണ്ടെത്തരാനെ വേണ്ടെന്നറിയോ, കൊണ്ടോന്നോളാൻ പറഞ്ഞു. പക്ഷെ പിന്നെയാണ് അറിയുന്നത് ആ ബിരിയാണി എങ്ങനെ വന്നതെന്നറിയോ. ആ ബിരിയാണി എങ്ങനെ വന്നറിയോ, ഒരു കല്യാണം നടക്കുന്ന വീട്, കല്യാണമൊക്കെ നിശ്ചയിച്ച എല്ലാ പരിപാടിയായി, കല്യാണം അടുപ്പത്ത് ഭക്ഷണ സാധനമൊക്കെ വെച്ച് റെഡിയായി, നിക്കാഹുകാർ വരാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. പെൺകുട്ടീനെ കാണുന്നില്ല, കല്യാണം കഴിക്കേണ്ട പെൺകുട്ടീനെ കാണുന്നില്ല. പെൺകുട്ടി ഇറങ്ങി വേറൊരുത്തന്റെ പിന്നാലെ പോയി. എന്തായിരിക്കും ആ വീട്ടിന്റെ അവസ്ഥ? കല്യാണം നിശ്ചയിക്കുമ്പോ ഈ പെണ്ണൊന്നും പറഞ്ഞില്ല, നിശ്ചയിച്ചതിന്റെ ശേഷവും പറഞ്ഞില്ല, കത്തടിപ്പിക്കുമ്പോ പറഞ്ഞില്ല, പന്തലിടുമ്പം പറഞ്ഞില്ല, ഭക്ഷണത്തിന് സാധനം വാങ്ങുമ്പം പറഞ്ഞില്ല. എല്ലാ മാന്യന്മാരെയും ക്ഷണിച്ചു വരുത്തിയിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഈ പെണ്ണ് ബാപ്പയോടും ഉമ്മയോട് നന്ദിയില്ലാതെ ഇറങ്ങിപ്പോയി. പടച്ച റബ്ബേ, അങ്ങനത്തെ ഒരു ചിന്താഗതി, ബാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലാത്ത പ്രവർത്തനത്തിലേക്കുള്ളൊരു ചിന്താഗതി ഞങ്ങളെ സമുദായത്തിൽ ഒരു പെൺകുട്ടിക്കും നീ കൊടുക്കല്ലേ അല്ലാ, ഒരു ആൺകുട്ടിക്കും കൊടുക്കല്ലേ അല്ലാ. നിങ്ങളെ സമീപത്ത് നിന്നൊരു നല്ല മനുഷ്യൻ എന്റെ അടുക്കൽ വന്നത് ഞാൻ ഓർക്കുന്നു, എന്നോട് സങ്കടം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. 50,000 രൂപയോ മറ്റോ അദ്ദേഹം സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തിട്ടാ പറഞ്ഞത്.
മകനെ പഠിപ്പിച്ചു വളർത്തി, പക്ഷേ കുടുംബത്തോടൊരു നിലക്കും യോജിക്കാത്തൊരു പെണ്ണിനെ പ്രേമിച്ചിട്ട് ഈ മകന്റെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കണമെന്നാണ് ആ നല്ല മനുഷ്യൻ എന്നോട് പറഞ്ഞത്. എന്തൊരു ലോകമാണ് അല്ലാ! പോറ്റി വളർത്തിയ മനുഷ്യനോട് നന്ദിയില്ലാത്ത ജീവികളുണ്ടോ? ഇവിടെ വന്നത് അരണയാണെങ്കിൽ സുഹൃത്തുക്കളെ, അരണക്കും ഇത്ര വലിയ മറതിയുണ്ടോ? നിങ്ങൾ നോക്കൂ, അയിനുന്നജസായ നായ, ആ നായയെ കല്ലെടുത്തെറിഞ്ഞാലും ഇനി അത് വടിയെടുത്തടിച്ചാലും പോറ്റി വളർത്തുന്ന ഭക്ഷണം കൊടുക്കുന്ന വ്യക്തി കയ്യിന്റെ വിരലുകൊണ്ട് ചുട്ടി വിളിച്ചാൽ ഓടി വന്ന് വാലാട്ടൂലേ നായ? അതിന്റെ നന്ദി പോലും 25 കൊല്ലത്തോളം പോറ്റി വളർത്തിയിട്ടുള്ള ബാപ്പയോടില്ലാത്ത മക്കള്, ഉമ്മയോടില്ലാത്ത മക്കള്. ഇതെന്തൊരാഖിർ സമാനാണ് അല്ലാ! സുഹൃത്തുക്കളെ, കുടുംബത്തോട് കൂറ് വേണം, നാട്ടിനോട് കൂറ് വേണം, നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളോട് കൂറ് വേണം, ഇഖ്ലാസുള്ള പണ്ഡിതന്മാരോട് കൂറ് വേണം, സയ്യിദന്മാരോട് കൂറ് വേണം, നേതാക്കളോടും അനുയായികളോടും കൂറ് വേണം, അയൽവാസികളോട് കൂറ് വേണം, പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള കൂറ് വേണം. നമ്മൾ മാത്രമെന്നോ എനിക്ക് മാത്രമെന്നോ ഉള്ള ചിന്ത വന്ന് നമ്മൾ അഹങ്കാരികളാകരുത്, ധിക്കാരികളാകരുത്, നന്ദി കെട്ടവരാകരുത്. അള്ളാഹുവിന്റെ ഉപദേശമാണ് ഒരു ആളെ മുമ്പിൽ പറഞ്ഞാൽ വഷളത്തരമുള്ള എല്ലാ കാര്യങ്ങളും റബ്ബ് വിരോധിക്കുന്നു. അതുപോലെ നിഷിദ്ധമായ കാര്യങ്ങൾ വിരോധിക്കുന്നു. ചെറുപ്പക്കാരെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിയുനൽ അമീറുൻ നഹി ഫലാ അഹദു അബറാ ഫീ ഖൗലിലാ മിൻഹു വലാ നഅമീം. എഴുന്നേറ്റ് ചൊല്ലിക്കൊരു സ്വലാത്ത് മൗലായ സല്ലി من أبدا على حبيبك خير الخلق كلهم. ഒരു പുത്തൻവാദിയായ മാഷ്, എല്ലാ മാഷന്മാരും മുത്തൻവാദികളല്ലേ? എത്രയോ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളുണ്ട്. അതിനാ സ്വലാത്തിൽ ഒരു എഴുന്നേറ്റക്കല്. സുബ്ഹാനല്ലാഹ്. ഒരാൾ ചോദിച്ചു, ജനഗണമന ചെല്ലുമ്പോ നീ എഴുന്നേൽക്കല്ലോ, എന്തിനാ? ജനഗണ ചെല്ലുമ്പോ എന്തിനാ നീ എഴുന്നേൽക്കുന്നു? അതിന്റെ അർത്ഥം അറിഞ്ഞൂടാ. അർത്ഥറിയാൻ പിന്നെ തിരക്കണം. അങ്ങനെയുണ്ട് ചിലർ അർത്ഥം അറിഞ്ഞൂടാത്ത ദിക്റിൽ മുൻസിപ്പാക്കുന്നവര്. ജനഗണ എന്റെ മാനരിഞ്ഞു ഈ മാഷക്ക്. സുബ്ഹാനല്ലാഹ്. അതോ രാജ്യത്തെ സ്നേഹിച്ചിട്ടാണ്, രാജ്യത്തിനെ, അതായത് അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിച്ചിട്ടാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിച്ചിട്ടാ, അല്ലെങ്കിൽ അള്ളാഹുവിനെ പ്രിയം വെച്ചിട്ടാ, എങ്കിൽ പിന്നെന്താ പറയാനുള്ളത്? എല്ലാവരും ഇരുന്നോളി. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കേണ്ടതൊക്കെയും കൽപ്പിച്ചു, വിരോധിക്കേണ്ടതൊക്കെയും വിരോധിച്ചു. അതിലേറ്റവും ശക്തമായി വിരോധിച്ച ഒരു കാര്യമാണ് ചെറുപ്പക്കാരെ മദ്യം, കള്ള്. നാലില്ല, അവിടുന്നതാ ഹൗദുൽ കൗസർ മുക്കിക്കൊടുക്കുന്നൊരു സമയമുണ്ട്. ആ ഹൗദുൽ കൗസറിനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അവിടുത്തോട് പറയാറുണ്ട്, ഇന്നർജൂയില്ല കസി ഹൗദിക ലില്ലതസ് യൗമ നസ്രി കിതാബിയ സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി വസലാമു അലാ റസൂൽ അസ്സഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ദശക്കണക്കിന് ചായ തന്ന റബ്ബ്, ദശക്കണക്കിന് ജ്യൂസ് തന്ന റബ്ബ്, ഇളന്നിറും പാലും തൈയും മോരും തേനും തന്ന റബ്ബ്. ആർക്ക് കഴിയും അതൊക്കെ ഉണ്ടാക്കാൻ? അമേരിക്കയുടെ പ്രസിഡന്റിന് തേനുണ്ടാക്കാൻ പോയിട്ട് ഒരു പുഷ്പം ഉണ്ടാക്കാൻ കഴിയോ? ഈ സ്റ്റേജിന്റെ രണ്ട് മൂലയിലുണ്ട് കുറെ പുഷ്പം, പക്ഷെ ഒരൊറ്റ തേനീച്ച അതിന്റെ മുകളിൽ വന്ന് വീഴൂല, ഒരൊറ്റ ചിത്രശലഭം വന്ന് വീഴൂല. അവകൾക്കറിയാം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇവിടെ ഒരമേരിക്കയുടെ പ്രസിഡന്റിന് ഒരു ചെറിയ പൂ ഉണ്ടാക്കാൻ കഴിയൂല കേട്ടോ, ഒരു ചെറിയ പൂ ഉണ്ടാക്കാൻ കഴിയൂല കേട്ടോ.
പിന്നെയല്ലേ പുഷ്പത്തിന്റെ ഉള്ളിലുള്ള തേന്, സുബ്ഹാനല്ലാഹ്, പിന്നെയല്ലേ തെങ്ങിന്റെ മേലെയുള്ള ആ ഇളനീറിന്റെ ഉള്ളിലുള്ള വെള്ളം, സുബ്ഹാനല്ലാഹ്. അതെല്ലാം സൃഷ്ടിച്ചു നൽകുന്ന യജമാനനായ റബ്ബ് എല്ലാം തന്നിട്ട് ചെറുപ്പക്കാരെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ നജസ് കുടിക്കരുതേ, നജസ് കുടിക്കരുതേ, മൂത്രം കുടിക്കരുതേ, കാഷ്ടം കലക്കി കുടിക്കരുതേ, കുടിക്കരുതേ, അതേ രക്തം കുടിക്കരുതേ, നജസൊന്നും കുടിക്കരുതേ. കൂട്ടത്തിലൊരു നജസാണ് കള്ള്, കൂട്ടത്തിലൊരു നജസാണ് ലഹരി. സുബ്ഹാനല്ലാഹ്. ഇന്നമൽ ഖംറു വൽ ബൈസ്റു വൽ അൻസാബു വൽ അസ്ലാമു നജസും മിൻ അമലി ശൈത്താൻ. നജസാണ്, നജസാണ്. ആ നജസ് കുടിക്കരുത് എന്ന് പണ്ട് പിന്നെയും കുടിച്ചാലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട തീക്കുണ്ടാരത്തിലേക്ക് അതാ പ്രാണികൾ വന്ന് വീഴുമ്പോ ആ പ്രാണികളെ പിടിച്ചു മാറ്റുന്നവനെ പോലെ എന്റെ ഉമ്മത്തുകളായ സമൂഹമായ മനുഷ്യരായ ജനങ്ങള് അതാ അല്ലാഹുവിന്റെ നരകത്തിൽ പോയി ചാടി വീഴുമ്പോ അവരെ പിടിച്ചു മാറ്റുന്നവനാണ് ഞാൻ. അതല്ലേ യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ആരും മദ്യം കഴിക്കല്ലേ, ബ്രാൻഡി കുടിക്കല്ലേ, വിസ്കി കുടിച്ചാരല്ലേ, കെൽമ്പി നിങ്ങൾ പടച്ചവന്റെ മുമ്പിൽ നരകത്തിൽ വെച്ച് അബൂജഹലിന്റെ ശരീരത്തിൽ നിൽക്കുന്ന ഫിർഔനിന്റെ നീര് കുടിക്കേണ്ടി വരും. അവിടുന്ന് പഠിപ്പിച്ചില്ലേ, നരകക്കാരുടെ ചലം കുടിക്കേണ്ടി വരും. ദുനിയാവിൽ അവിടുന്ന് വിരോധിച്ചിട്ടും നജസ് കുടിച്ചവന് അല്ലാഹു തആല അബൂജഹലിന്റെ ചലമാകുന്ന നജസ് കുടിപ്പിച്ചാൽ റബ്ബി നീതിമാനല്ലേ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വലിയ വിരോധം ചെവിക്കൊള്ളാഞ്ഞിട്ടല്ലേ. ഒരിക്കലും ചെറുപ്പക്കാരെ, ഓ ഉമ്മമാരെ, ഒരിക്കലും ലഹരി കുടിച്ചു പോകല്ലേ. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, ദുർബലന്മാരാണ്. ഞങ്ങളെ മജ്‌ലിസിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ലഹരി കുടിച്ചു പോയവരുണ്ടെങ്കിൽ റബ്ബേ മാപ്പാക്കണേ. അബൂജഹലിന്റെ ചലം കുടിപ്പിക്കരുതേ. മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് ഇനിമേലിൽ കുടിക്കുകയില്ലെന്ന് പ്രതിജ്ഞയെടുത്തു ഈ മജ്‌ലിസിൽ നിന്ന് കഴുകി വൃത്തിയാക്കി തിരിച്ചേക്കണേ. റബ്ബേ, ഞങ്ങൾ ജീവിതത്തിൽ ലഹരി കുടിച്ചിട്ടില്ലെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെറുതോ വലുതോ ആയ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ പാവപ്പെട്ടവരിലും വന്നിരിക്കാം, ഞങ്ങളിൽ പലരും വന്നിരിക്കാം. ഞങ്ങളാരും അമ്പിയാക്കളല്ലല്ലോ, മലക്കുകളല്ലല്ലോ. ഈ സദസ്സിൽ നിന്ന് പിരിച്ചേക്കുമ്പോ ഞങ്ങളെ തെറ്റുകൾ കഴുകിയിട്ട് നിന്റെ മഹലായ ഫضല് കൊണ്ട് ഒന്ന് നന്നാക്കി തിരിച്ചേക്കണേ അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, വിരോധിക്കേണ്ടതെല്ലാം അവിടുന്ന് വിരോധിച്ചിട്ടുണ്ട്, നിർദ്ദേശിക്കേണ്ടതെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടുന്ന് വിരോധിച്ചു, അക്രമം വിരോധിച്ചു. സുബ്ഹാനല്ലാഹ്, അക്രമം ചെയ്യാൻ പാടില്ല, ഒരാളെയും ആക്രമിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ ഭീകരവാദികളെ കാണുന്നില്ലേ, തീവ്രവാദികളെ കാണുന്നില്ലേ? ഇന്നാലില്ല, അല്ലാഹു കാക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ ലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ, വർഗീയതയുടെ പേരിൽ പ്രവർത്തിക്കുന്നവൻ, പോരാടുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. ലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ,
വർഗീയതയുടെ പേരിൽ മരിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. കാരണം ഇസ്ലാമിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നവനാണവൻ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കാണുന്നില്ലേ പല രാഷ്ട്രങ്ങളിലും ഭീകരവാദം, തീവ്രവാദം പല സ്ഥലങ്ങളിലും ചേർന്നു പോകല്ലേ. അത് ഫിറഔനിന്റെ തരീഖത്താണ് കേട്ടോ. ഫിറഔന്റെ തരീഖത്ത് എന്ന് പറഞ്ഞാൽ ഫിറഔന് വെറുപ്പാരോടാ? നല്ലത് ചെയ്യുന്നവരോട് വെറുപ്പ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് വെറുപ്പ്. മൂസാ നബി അയാളോട് അങ്ങോട്ടെന്തോ ചെയ്തിനോ? ഒന്നും ചെയ്തിട്ടില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം അങ്ങോട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാമുള്ള വെറുപ്പിന് ഫിറൗൻ എന്താ ചെയ്തത്? നിരപരാധികളെ കൊന്നു, ധാരാളം നിരപരാധികളെ കൊന്നു, ചെറിയ പിഞ്ചുമക്കളെ കൊന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ പിഞ്ചുമക്കളെ കൊല്ലരുതേ, പിഞ്ചുമക്കളെ കൊല്ലരുതേ അത് പറയുമ്പോ ചിലർക്കൊന്ന് കാര്യമായിട്ട് ഇയാള് പറയണത് ഞങ്ങളാരോ മക്കളെ കൊല്ലുവോ? മഞ്ചേരിയിൽ നിന്ന് ഒരു സ്ത്രീ ഡോക്ടർ എന്നെ വിളിച്ചു. ഒരു ഡോക്ടർ, സ്ത്രീയാണ്, മുസ്ലിമാണ്, വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് കാര്യമായിട്ട് പറയണം. എന്താ? പർദ്ദയിട്ട പെണ്ണുങ്ങന്മാര് വരുന്നു വയറ്റിലുള്ള കുട്ടീനെ കൊന്നുകൊടുക്കാനും, വയറ്റിലുള്ള കുട്ടിയെ കൊന്നുകൊടുക്കാൻ, അബോഷനാക്കാൻ വേണ്ടി വരുന്നു. ഹിന്ദു സ്ത്രീകളും വരുന്നുണ്ട്. പക്ഷേ ഹിന്ദു സ്ത്രീകളോട് കുറെയൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ മാറിക്കുന്നുണ്ട്. മുസ്ലിം സ്ത്രീകൾ തീരെ മാറുന്നില്ല. അവർക്ക് വയറ്റിലെ കുട്ടീനെ കൊന്നുകൊടുക്കണം. അതിനെപ്പറ്റി നിങ്ങൾ വാല് പറയണോന്ന് മഞ്ചേരിന്റെ ഒരു ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞതാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഡോക്ടർമാരുടെ കൂട്ടത്തിൽ നല്ല തെക്കുള്ള ഡോക്ടർമാരുണ്ടാവും ചിലപ്പോ. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഒന്നാളാന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടാവും ചിലപ്പോ. ചില ഡോക്ടർമാർ കാലിന് കുഴപ്പമുണ്ട്, കൈക്ക് കുഴപ്പമുണ്ട്, അത് എടുത്താളേലാ നല്ലതെന്ന് പറഞ്ഞു. ഓരോറ്റ മനുഷ്യനും അതിന് തുനിയരുതേ. എന്റെ കുഴപ്പം കുട്ടിക്കുണ്ടെന്ന് പറഞ്ഞാലും കുട്ടിയെ കൊല്ലല്ലേ ഉമ്മമാരെ. നിങ്ങൾ വരൂ, എത്ര അഡ്രസ്സും ടെലിഫോൺ നമ്പറും ഞാൻ കാണിച്ചു തരാം. വയറ്റിലുള്ള കുട്ടിക്ക് കേടാണ്, എടുത്തു കളയണമെന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോ ദുആഉൽ ഖർബ് ചൊല്ലാൻ കൊടുത്തു, യാ മുസവ്വിർ എന്ന ദിക്ർ ചൊല്ലാൻ കൊടുത്തു, റിഫായി ശേഷന്റെ മേൽ യാസീൻ ഓതാൻ കൊടുത്തു. അങ്ങനെ പലതും പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാ, ഒരു തകരാറുമില്ലാതെ സൗന്ദര്യമുള്ള മക്കൾ ജനിച്ചിട്ട് ആ മക്കളെയും എടുത്ത് സിറാജുൽ ഹുദയിൽ വന്ന് എനിക്ക് കാണിച്ചു തന്ന എത്ര അനുഭവം എനിക്കുണ്ട്. നിങ്ങളെ മക്കളെ നിങ്ങൾ വയറ്റിലിട്ട് കൊല്ലല്ലേ. ഇനി ഒരു പക്ഷേ റബ്ബിന്റെ ഖദർ അനുസരിച്ച് നിങ്ങളെ കുട്ടിക്ക് തകരാറുണ്ടെന്ന് വന്നാൽ തന്നെ പഠിച്ച റബ്ബേ, ഇപ്പോൾ ഈ സ്റ്റേജിലോ മറ്റൊരു സ്റ്റേജിലോ എനിക്ക് ഓർമ്മയില്ല, വയറ്റിന് ഹാർട്ടിന് ദ്വാരമുണ്ട് കുട്ടിക്ക് എന്ന് വയറ്റിലുള്ള കുട്ടിയെ കുറിച്ച് ഡോക്ടർ പറഞ്ഞുവെന്ന് ആരോ ഒരാൾ എന്നോട് പറഞ്ഞു. ദുആ ചെയ്യാൻ പറഞ്ഞു. റബ്ബേ, ആ കുട്ടിക്ക് ഒരു തകരാറുമില്ലാതെ നീ ആരോഗ്യത്തോടെ പ്രസവം നൽകണേ അല്ലാഹ്. ഓഹോ മുഅ്മിനീങ്ങളെ, അഥവാ ഒരു കുട്ടി ജനിക്കുമ്പോ ജീവനില്ലെന്ന് വന്നാൽ തന്നെ, എന്റെ ഉമ്മമാരെ, ഞാൻ എന്റെ ബുറുദ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബുറുദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് അത് പറയണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടായി. അതിന് എന്നെ ഒരു ചെറുപ്പരു എന്റെ ഒരു സ്നേഹിതൻ എന്നെ ഉപണർത്തിയതായിരുന്നു. ഞാൻ 28 പദ്യം 6 ദിവസം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് 25-ാം തീയതി ഊറ്റാടി പറയാൻ പോകുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബുറുദയുടെ CD ഇറങ്ങും, എല്ലാവരും കേട്ടു നോക്കണം. ഇതിൽ ഒരുപാട് വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബിതങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മമാരെ, ആ നബിതങ്ങൾ പറയാണ്, എനിക്കൊരു ചാടക്കുട്ടിയായി ഒരു കുട്ടിയെ ഒരു ഉമ്മ സംഭാവന തന്നാൽ, ജനിക്കുമ്പോ ജീവനില്ലാത്ത കുട്ടിയാണെങ്കിലും എന്റെ ഉമ്മത്താണ്, എനിക്ക് അഭിമാനമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിലെ മെമ്പർ ഉണ്ടാകട്ടെ, അത് ചാടക്കുട്ടിയായാലും മതിയെന്നാണ് നബിതങ്ങൾ പറയുന്നത്. അതിന്റെ പുറമെ എവിടുന്ന് പറയാണ്, ഇന്ന സിഖ്തല യജുറു ഉമ്മഹു ബിസറരിഹി ഇലൽ ജന്നാ. ജനിക്കുന്ന സമയത്ത് ജീവനില്ലാതെ ജനിച്ച കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി മരിച്ചിട്ടാണ് ജനിക്കുന്നതെങ്കിൽ തന്നെ ആ കുട്ടിയുടെ നീണ്ട പൊക്കിളോടുകൂടി ഉമ്മയെ പിടിച്ചു വലിച്ച് സ്വർഗത്തിലെത്തിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളെ സ്വർഗത്തിൽ കടത്തുന്ന മക്കളെ വയറ്റിലിട്ട് കൊല്ലല്ലേ.
അത് ഫിർഔനിന്റെ തരീഖത്താണ്. ആ തരീഖത്ത് സ്വീകരിച്ചൊരു കൂട്ടരാ ഭീകരവാദികള് നിരപരാധികളെ കൊല്ലലല്ലേ അവരുടെ പരിപാടി. എവിടെ നോക്കിയാലും ബോംബേറായാലും ശരി, അല്ല ഇനി ബോംബെയിലേറാണെങ്കിലും ശരി, ഇനിയല്ല വേറെ ഏതെങ്കിലും പരിപാടിയാണെങ്കിലും ശരി, അതാ ബസ് സ്റ്റാൻഡിലുള്ളവരെ, പ്ലെയിനിലുള്ളവരെ, ട്രെയിനിലുള്ളവരെ, അങ്ങനെ നിരപരാധികളെ കൊല്ലുന്ന ഏർപ്പാടല്ലേ തീവ്രവാദം, ഭീകരവാദം. ഒരു മുസ്ലിമും അതിൽ മെമ്പറാകല്ലേ. സ്വർഗമാ നഷ്ടപ്പെടുന്നത് വെറുതെയല്ല. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഭൂമിയിലെ നാശമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്വർഗമില്ല. പടച്ച റബ്ബേ, സ്വർഗം ഞങ്ങൾക്ക് നീ നഷ്ടപ്പെടുത്തരുതേ അല്ലാഹ്. സിറാജുലുദന്റെ കലണ്ടർ കിട്ടാത്തവരിലൂടെ കലണ്ടർ വാങ്ങണം. അതൊരു ബർക്കത്താണ്. സിറാജുലുദക്ക് അല്ലാഹു തആലക്ക് വേറെ വയ്ക്കും തരങ്ങൾ. ഇപ്പം കലണ്ടർ വാങ്ങിയാൽ 20 ഉറുപ്പിക കൊടുക്കും ചിലർ. അതിൽ കൂടുതൽ കൊടുക്കുന്നവരുണ്ടാവും, അതിൽ കുറച്ചാരും കൊടുക്കൂല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ടുമെന്നില്ല. ഒരു പ്രചരണമാണ്. എല്ലാവരും സിറാജുലുദന്റെ ഓരോ കലണ്ടറാണ്, ബർക്കത്താണ്. സിറാജുലുദക്ക് ഒരു മാസത്തിൽ 25 ലക്ഷം രൂപയോളം നേർച്ച കിട്ടുന്നുണ്ട്. അല്ലാഹു തആല വലിയ ഫലം കൊടുക്കുന്നു. വരുമ്പോ നമ്മളെ കൂടെ വന്ന ആള് പറഞ്ഞു, ക്ഷണിക്കാൻ വന്നപ്പോ ഇവിടെ ഏതോ ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ആ കുട്ടി വീട്ടിൽ ഓർമ്മയില്ല. ആ കുട്ടി തീരെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പൊ സിറാജുലുദയിൽ വന്ന് നേർച്ച തന്നിരുന്നു. ഞാൻ എന്തോ ഒരു ചെറിയ ദിക്റും എല്ലാം വേണ്ടി പറഞ്ഞു കൊടുത്തിരുന്നു. നല്ല കാഴ്ചപ്പെട്ട് ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അല്ലാഹു തആല നേർച്ച ചെയ്യുന്നവർക്കൊക്കെ ഫലം കൊടുക്കട്ടെ. 25 ലക്ഷം റുപ്യ, ചിലപ്പോൾ 30 ലക്ഷം റുപ്യ ഒരു മാസത്തിൽ നേർച്ചിട്ടു. എന്റെ കീശയെ പൈസ ഉണ്ട്, അങ്ങോട്ട് തരുന്നാരും വിചാരിക്കണ്ട. 65 ലക്ഷം റുപ്യന് മേലെ ഒരു മാസം ചെലവിലുള്ളൂ. അതുകൊണ്ട് മതിയാവില്ല. അതുകൊണ്ട് റിസീവർമാർക്ക് വരുമ്പോൾ നിങ്ങളൊക്കെ നല്ല സംഖ്യ കൊടുക്കണം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, വർഗീയതക്കെതിരെ, എല്ലാ തെറ്റായ വിഷയങ്ങൾക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും അവിടുന്ന് അതാ നിർദ്ദേശം നൽകുന്നു. ഖുർആൻ തന്നെ ഓതി പഠിപ്പിക്കുന്നു. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകാനാണ്. ചിലർക്ക് തോന്നും, ചെറുപ്പക്കാർ കുട്ടികൾക്ക് ചിലപ്പോൾ തോന്നും, SSFിൽ തീവ്രവാദം പോരാ, SYSൽ തീവ്രവാദം പോരാ, ഇനിയിപ്പോ മുസ്ലിം ജമാഅത്ത് കുറച്ച് പ്രായമുള്ളവരും കൂടി അതുകൊണ്ട് തീരെ ഉണ്ടാവില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. നമുക്ക് തീവ്രവാദമല്ല, ഭീകരവാദമല്ല. നമുക്ക് വേണ്ടത് ഈമാനോടെയുള്ള മരണമാണ്. ആ മരണം കഴിഞ്ഞ് ഹബീബായ നബി തങ്ങളെ കാണലാണ്. ആ നബി തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടലാണ്. ആ ഹബീബ് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലെത്തലാണ്. അതിനാണ് SSF, അതിനാണ് SYS, അതിനാണ് മുസ്ലിം ജമാഅത്ത്, അതിനാണ് നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സംരംഭങ്ങൾ. അല്ലാഹു അത് കബൂൽ ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആ ഇജാബത്തുള്ള, അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നീതിയും സത്യവും അതിലൂടെയാണ് ഇസ്ലാമിന്റെ പ്രചരണം. ബാക്കി മുഴുവനും ഇജ്ജത്ത് കറാമത്തിലൂടെയാണ് പ്രചരണം. അബൂജഹലിന്റെ മകനാണ്, അതേ അബൂജഹലിന്റെ മകനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നത്. വന്നിട്ടെന്താ പറഞ്ഞത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു. ചിലപ്പോൾ ഓർമ്മ കിട്ടില്ല, നേരത്തെ പോലെ പ്രായം ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോന്നിങ്ങനെ നമ്മുടെ റൂമൊക്കെ ഒരു വാതിലടച്ച് പോകാൻ നോക്കുമ്പോ ജനല് അടച്ച്, പിന്നെ വാതിലടച്ച്, പിന്നെ അത് അടച്ചിങ്ങനെ ഓരോന്ന് മൂടി അടച്ച് ഇങ്ങനെ ഇറങ്ങി പോലാണല്ലോ. അപ്പൊ ഇങ്ങനെ മനുഷ്യനും പ്രായം ഇങ്ങനെ വരുമ്പോ ഓരോന്നോരോന്ന് ഇങ്ങനെ കുറഞ്ഞു വന്ന് അവസാനം ഒരു ദിവസം പോകേണ്ടി വരും. പോകേണ്ട ഡേറ്റ് അറിയില്ല. അല്ലാഹു തആല നമ്മൾക്കൊക്കെ ഈമാൻ സലാമത്താക്കി തന്നു. ഇന്നലെ ഞാൻ കോഴിക്കോട്ട് വന്നു, ഉലമാ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു.
നേരത്തെ പക്ഷെ ഒപ്പിട്ടിട്ട് അങ്ങനെ തന്നെ മടങ്ങി നാട്ടിലേക്ക് നടന്നു. കാരണം എന്റെ തൊട്ട വീട്ടുകാരൻ, എന്റെ അമ്മാമന്റെ അളിയന്റെ മകൻ, ചെറുപ്പക്കാരൻ, എന്നെക്കാൾ എത്രയോ വയസ്സ് കുറഞ്ഞ പ്രിയപ്പെട്ട കുഞ്ഞമ്മദ് തലേ ദിവസം എന്റെ അമ്മാമന്റെ ആണ്ടിന്റെ സ്ഥലത്ത് ഭക്ഷണം വിളമ്പാനൊക്കെ വളരെ സജീവമായി ഉണ്ട്. സുബ്ഹാനല്ലാഹ്, രാവിലെ 8 മണി വരെ പലരോടും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 9 മണിക്കർക്ക് പെട്ടെന്ന് മരിച്ചുപോയി. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കും. ചെറുപ്പക്കാരെ, തല നരക്കണമെന്നില്ല കേട്ടോ, താടി നരക്കണമെന്നില്ല കേട്ടോ. അതാണ് ഇബ്നു ബാത്തുൽ മിസ്രി തങ്ങൾ പറഞ്ഞത്. മോനെ, നീ കണ്ടിട്ടില്ലേ പച്ചമാങ്ങ തച്ചിടുന്നത്? കണ്ടിട്ടില്ലേ പച്ചക്കായ ഇരിഞ്ഞെടുക്കുന്നത്? കണ്ടിട്ടില്ലേ? പോകട്ടെ കുട്ടികളെ, ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? പച്ചക്കറി മിടിയിട്ട് വരുമ്പോ ഈച്ച കുത്തി പോകുന്നത് കണ്ടിട്ടില്ലേ? പ്രായക്കണക്കില്ല കേട്ടോ, നിശ്ചയിച്ച സമയത്ത് പോകേണ്ടി വരും. അതിന് ഒരുങ്ങി ജീവിക്കുന്നവനാരോ അവനാണ് ബുദ്ധിയുള്ളവൻ, അവനാണ് ചിന്തയുള്ളവൻ, അവനാണ് വിജയം കൈവരിച്ചവൻ. റബ്ബേ, അക്കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും നിങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതെല്ലാം കൈയൊഴിക്കണം, കൽപ്പിച്ചതെല്ലാം എടുക്കണം, താരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം. അതിന് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനനുസരിച്ച് നമ്മൾ അങ്ങ് ജീവിച്ചാൽ അത് തന്നെയല്ലേ വിജയം. ഈ കിരിമത്ത് ബിൻ അബീ ജഹൽ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് അബൂജഹലിന്റെ മകനാണ്. ചോദിക്കുന്നു, മുഹമ്മദേ, അവിടെ അതാ ഒരു വലിയ പാറക്കഷ്ണം. ആ പാറക്കഷ്ണം വെള്ളത്തിന്റെ മേലെ കൂടെ നീന്തിയിട്ട് നിങ്ങൾ വിളിച്ചാൽ ഇങ്ങോട്ട് ഇക്കരേക്ക് വരുത്താൻ കഴിയോ? ഓഹോ, അതേ, വിളിക്കാം. അവിടുന്ന് ചൂണ്ടിപ്പറയേണ്ട താമസം. വെള്ളത്തിന്റെ മേലെ കൂടെ കല്ല് നീന്തുകയാണ്, സമീപത്തെത്തുകയാണ്. ഈ കിരിമത്ത് പറയുന്ന അതേപോലെ ഒന്ന് തിരിച്ചു പോകാൻ പറഞ്ഞു, തിരിച്ചു പോവുകയാണ്. ഈ കിരിമത്ത് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുകയാണ്, ബാപ്പയുടെ വഴിവിടുകയാണ്, ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. സുഹൃത്തുക്കളെ, മുഅ്ജിസത്ത് കണ്ടിട്ട് എത്ര ആളുകളായി ഇസ്ലാമിലേക്ക് വന്നത്. എന്നാൽ അവിടുത്തെ ശേഷം പിന്നെ കറാമത്തുകളാണ്. കറാമത്ത് കണ്ടിട്ട് എത്ര പേരാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ, എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. അല്ലാഹുവേ, നിങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കണേ റഹ്മാനെ. നിങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഈ അടുത്ത് വരണ്ട, പൊടി മാറും. ഓ സഹോദരന്മാരെ, മഹാനായ ഖാജാ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്ത്യയിലേക്ക് വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. നബി തങ്ങൾ ഖബറിൽ നിന്നും ജീവിച്ചിരിക്കുകയാണ്. അവിടുന്ന് വിഷയങ്ങളിൽ ഏർപ്പെടുകയാണ്, ഇടപെടുകയാണ്. അതിന് ധാരാളം തെളിവുകളുണ്ട്. ഞാൻ ബുറുദ ബൈത്ത് സംസാരിക്കുമ്പോൾ ബുറുദയുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലുകൾ, വഫാത്തിന് ശേഷമുള്ള ഇടപെടലുകൾ കാണാം. ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഇമാം ബൂസരി തങ്ങൾക്ക് രോഗമുണ്ടായിരുന്നു. രോഗത്തിന് മുമ്പ് പല പദ്യങ്ങളും ചൊല്ലിയിരുന്നു. ഹംസയും മുദരിയും ഒക്കെ അതിൽപ്പെട്ടതാണ്. രോഗം മാറാൻ ചൊല്ലിയ പദ്യമാണ് ബുറുദ. അതിന്റെ പേര് അൽ കവാകിബുദ് ദുർരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ. അൽ ബുറുദ എന്ന പേര് കിട്ടിയതോ ആ ബുറുദ ബൈത്ത് ഉറക്കിൽ നബി സല്ലല്ലാഹു
അലൈഹി വസല്ലം തങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. രോഗമുള്ള സ്ഥലത്ത് കൈകൊണ്ട് തടകിക്കൊടുത്തു. തൽക്ഷണം രോഗം മാറിപ്പോയി. അതിനുശേഷം ഒരു സാലെടുത്തു. ആ സാല് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടിയ ഇമാം ബൂസിരി തങ്ങളെ കഴുത്തിലങ്ങ് പുതപ്പിച്ചു കൊടുത്തു. ആ പുതപ്പിച്ചു കൊടുത്ത സാല് ഉറക്ക് തെളിഞ്ഞപ്പോൾ കഴുത്തിൽ കാണാനുണ്ട്. ഉറക്ക് തെളിഞ്ഞപ്പോൾ ആ സാല് കഴുത്തിൽ കാണാനുണ്ട്. അതുകൊണ്ടാണ് അൽ ബുറുദ, പുതപ്പ് എന്ന പേരാ കാവ്യത്തിന് വന്നതെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. വേറെയും പല കാരണങ്ങളും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതൊക്കെ എന്റെ ബുറുദയുടെ വിശദീകരണത്തിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ നിർദ്ദേശമാണ്. ഇന്ത്യയിൽ വന്ന് വാളുകൊണ്ട് വെട്ടിപ്പിടിച്ചതല്ല, മറിച്ച് അവിടുത്തെ ഖറാബത്ത് കണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതാണ്. ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇറാഖിലൂടെ യാത്ര ചെയ്യുകയാണ്. ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ അനുസ്മരിക്കുന്ന റബീഉൽ ആഖിറല്ലേ മഹാനവറുകളുമായി അതാ ഇറാഖിൽ വെച്ച് സംഭാഷണം നടത്തുകയാണ്. അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. യാത്ര പോകുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് തീ കാണുന്നു. കൂടെ മുരീദന്മാരുണ്ട്. ശരിയായ ശൈഖാണ് കേട്ടോ, ശരിയായ ശൈഖാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ശൈഖന്മാർക്ക് ശൈഖാണ്. ശരിയായ ശൈഖന്മാർ അവരെന്ത് പറഞ്ഞാലും സ്വീകരിക്കണമെന്നുണ്ട് കിതാബില്. ഏതുപോലെ എന്നറിയോ? ചില കിതാബിലുണ്ടാവും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വല്ലതും പറഞ്ഞു, അതിനെതിരായിട്ട് ഹദീസിലുണ്ട് എന്ന് നമുക്ക് തോന്നി, എന്നാലും ഷാഫി ഇമാം പറഞ്ഞു, മുജ്തഹിദായ ഇമാം പറഞ്ഞു സ്വീകരിക്കണോ. എന്റെ അർത്ഥം ഹദീസിനെതിരെ ചെയ്യണമെന്നല്ല. പിന്നെ ഹദീസ് നമുക്ക് മനസ്സിലാവില്ല, ഷാഫി ഇമാമിന് മനസ്സിലാവൂല, നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഷാഫി പറഞ്ഞു സ്വീകരിച്ചാൽ നമുക്ക് കേൾക്കൂല. നമ്മളിന്ന് പോയാലോ വെച്ചു. അങ്ങനെയാണല്ലോ. നിങ്ങൾ കണ്ടില്ലേ, കുട്ടിയൊക്കെ ഉള്ളി കുടിക്കാൻ വേണ്ടി കത്തി കൊടുത്ത മാതിരിയായി പോയത്. ഉള്ളി വെട്ടുന്ന വലിയൊരു ഉള്ളി വെട്ടുന്നുണ്ട്, കുട്ടിയൊക്കെ ഉള്ളി വെട്ടാവും, കത്തി കൊടുത്ത് അങ്ങനെ ഉണ്ടാവും. ബെരലുവാക്കിണ്ടാവില്ലേ? മുജാഹിദീങ്ങൾ ഹദീസ് നോക്കി എന്തായി വെട്ടിയപ്പോ 12 ബെരലാ തെറിച്ചു വരും. തറാബീഹിന്റെ 12 4 മദ്ഹബിന്റെ ഇമാമികളൊന്നും ഒക്കെ പിരിവരൊക്കെ ഇവർക്ക് 8 ഇങ്ങനെ ബെരല് തെറിച്ചു വരും. അറിഞ്ഞുകൂടാണ്ട് ഉള്ളി വെട്ടി അങ്ങനെ അതുപോലെയായി പോവും. അതുകൊണ്ട് അല്ലാതെ അതിനർത്ഥം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒന്ന് പറഞ്ഞാൽ ഹദീസ് കള്ളണമെന്നല്ല. നമുക്ക് ഹദീസ് അറിഞ്ഞൂടാൻ. ഇതുപോലെ വലിയ വലിയ ശൈഖന്മാര്, വലിയ ശൈഖന്മാര് അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് പൂർണ്ണമായി സ്വീകരിക്കണം. മയ്യിത്ത് കുളിപ്പിക്കുന്ന ആളെ മുന്നിൽ എങ്ങനെയാണ് അതുപോലെ ആയിരിക്കണം എന്റെ കിതാബ്. ഞാനത് പറയാൻ കാരണം, ഞാൻ ഇപ്പൊ വരുമ്പോ എനിക്കൊരാള് എന്റെ കാറിലുള്ള കുട്ടി ഒരു വാട്സപ്പിൽ അയച്ച ഒരു ഇബാറത്ത് കൊടുത്തു. നോക്കുമ്പോ എന്താ അറിയോ, ഒരു ചങ്ങാതി ശൈഖാന്നും പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ഒരു നിലക്കും അള്ളാഹ് വരുത്തപ്പെടാത്ത പച്ച ഹറാമ് ചെയ്യാം. എന്നിട്ട് ചെയ്യുന്നത് ഒരാളെ കൂടെ അവനോട് പറഞ്ഞു കൊടുക്കുക, ശൈഖന്മാര് എന്ത് ചെയ്താലും ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല, മയ്യിത്ത് കിടക്കും പോലെ കിടന്നോളണം. അങ്ങനത്തെ ലോകാണിപ്പോ. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. സുഹൃത്തുക്കളെ, അതിനല്ലേ മുജാഹിദീകളും പറയുന്നത്, എന്ത് ഹദീസും ഖുർആനും കിട്ടിയാ പിന്നെ ഷാഫി പറഞ്ഞു ഒന്നും നോക്കണ്ട. അങ്ങനല്ല. ഹദീസും ഖുർആനും അറിയുന്ന ഇമാമിങ്ങൾ പറഞ്ഞു സ്വീകരിക്കണം. ശൈഖന്മാരാണോ അവര് അങ്ങനത്തെ ഒരു ഹറാമും അവര് ചെയ്യാൻ പറയൂല, ചെയ്യിക്കൂല. അവര് ചെയ്യൂല. അതിപ്പോ പറയാൻ സമയമില്ല. അതൊക്കെ നമ്മൾ ബുറുദന്റെ സറയിൽ തന്നെ, ബുറുദ പറയുന്ന സമയത്ത് തന്നെ ആ പദ്യത്തിന്റെ വിവരണത്തിൽ ഞാൻ അതിനെ സംബന്ധിച്ച് കുറെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത് മഹാനായ ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളും വലിയ മഹാനാണ്, ശൈഖാണ്, ഖുത്ബാണ്. ഇറാഖിലൂടെ പോകുമ്പോ തീ കത്തുന്നത് കാണുന്നു. ശിഷ്യന്മാരോടൊന്ന് കുറച്ച് തീ എടുത്തുകൊണ്ട് വരണം. തീ കൊണ്ടുവരാൻ ചെന്ന് നോക്കുമ്പോൾ തീനെ ആരാധിക്കുന്ന കക്ഷികളാണ്. അവര് തീനെ ആരാധിക്കുകയാണ്. ആ തീ എടുക്കാൻ പോയാ വെറുതെ
വിടുവോ? ശിഷ്യന്മാരെ ആളുകൾ അത് ആക്രമിക്കാൻ വരുന്നു. ശിഷ്യന്മാരുമെല്ലാം മാറിക്കളഞ്ഞു. അജ്മീരിതങ്ങളെ സദസ്സിൽ എന്ന് പറഞ്ഞു അങ്ങോട്ട് അടുത്തുകൂടാ, അവര് തീനെ ആരാധിക്കാണ്. മഹാനവറുകൾ ഞാൻ തന്നെ വരാ. നേരെ തീനെ ആരാധിക്കുന്ന കക്ഷികളെ സമീപത്തേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, ചെന്നിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ പറയേണ്ടത് പറയണ്ടേ, അതുകൊണ്ട് പറയാണ്, വിഷമം വേണ്ട. ഈ തീ എന്ന് പറയുന്ന സാധനത്തിന് ഒരു ശക്തിയുമില്ല. ശക്തിയുള്ളവൻ ഈ തീരെ പടച്ച റബ്ബാണ്. ആരാധിക്കേണ്ടത് ആ റബ്ബിനെയാണ്. ഈ തീക്ക് ശക്തിയില്ലെന്ന് വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് തെളിയിച്ചു തരാം. നിങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരൂ. ഈ തീയിലങ്ങൊഴിച്ചാൽ ഈ തീയിന്റെ അഡ്രസ് കാണൂല. ഇങ്ങനത്തെ ഒരു സാധനം ദൈവമാകാൻ പറ്റുമോ? ഇങ്ങനത്തെ ഒരു സാധനത്തെ നമുക്ക് ആരാധിക്കാൻ പറ്റുമോ? അതാ വെള്ളത്തിന് മുമ്പിൽ പരാജയമല്ലേ? ദൈവം പരാജയപ്പെടാൻ പറ്റുമോ? ദൈവം മറ്റൊന്ന് വന്നിട്ട് മേലെ വീഴുമ്പോഴേക്ക് അഡ്രസ് ഇല്ലാതെ ആകാൻ പറ്റുമോ? അതുകൊണ്ട് തീ ആരാധിക്കപ്പെടേണ്ട വസ്തുവല്ല. ദൈവമോ, യഥാർത്ഥ ദൈവമായ അല്ലാഹു, അവൻ വലിയ കാരുണ്യമുള്ള രാജാവാണ്. അവൻ കൊടുത്ത നാവ് കൊണ്ട് ചീത്ത പറഞ്ഞാലും, അവൻ കൊടുത്ത നാവ് കൊണ്ട് ദൈവമില്ലെന്ന് പറഞ്ഞാലും ആ നാവിന്റെ ശക്തി കുറക്കാതെ പിന്നെയും കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്. അവൻ കൊടുത്ത വയറ്റിൽ ഹറാമ് കഴിച്ചാലും വയറ്റിൽ പിന്നെയും ശക്തി കൊടുക്കുന്ന റബ്ബാണ്. അവൻ വല്ലാത്ത കാരുണ്യമുള്ള റബ്ബാണ്. തീ അങ്ങനെയല്ല, തീ വലിയ ക്രൂരതയുള്ള സാധനമാണ്. തീക്ക് വിറക് കൊടുക്കുന്നവന്റെ കൈ അറിയാതെ തീയിൽപ്പെട്ട തീ പൊള്ളിക്കും. സ്വന്തം എനിക്ക് തിന്നാൻ വിറക് തരികയാണെന്ന ബോധം പോലും ഇല്ലാതെ ക്രൂരത കാണിക്കുന്ന വസ്തുവാണ് തീ. ഈ ക്രൂരത കാണിക്കുന്ന വെള്ളത്തിന്റെ മുന്നിൽ നിലനിൽപ്പില്ലാത്ത ഈ സൃഷ്ടി ആരാധകർഹനല്ല. നിങ്ങൾ വരൂ, ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെ ആരാധിക്കാൻ വരൂ. ഇല്ലെങ്കിൽ നിങ്ങളോട് കംപ്ലൈന്റ് ഒന്നുമില്ല. ഞാൻ എന്റെ സത്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നു. അതല്ലേ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ശൈലി. തീവ്രവാദമല്ല, ഭീകരവാദമല്ല, അക്രമമല്ല. വിഷയം നന്നായി പറഞ്ഞു കൊടുക്കലാണ്. മഹാനായ ഖാജ പറഞ്ഞപ്പോ അവിടുന്ന് തീനാരാധിക്കുന്ന പൂജ നടത്തുന്നവരെ നേതാവ് പറഞ്ഞു, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അത് തീയിന്റെ പ്രകൃതി അങ്ങനെ തന്നെയല്ലേ? വെള്ളമൊഴിച്ചാൽ അതങ്ങോട്ട് പോകുമെന്നത് അതിന്റെ പ്രകൃതിയല്ലേ? തൊട്ടാ പൊള്ളിക്കുമെന്നത് പ്രകൃതിയല്ലേ? നിങ്ങൾ ആരാധിക്കുന്ന ലോകസത്താവായ ദൈവം, ആ ദൈവത്തിന്റെ സൃഷ്ടിയാണ് തീയെന്നും ആ ദൈവം ഉദ്ദേശിച്ചതേ നടക്കൂ എന്നുമല്ലേ നിങ്ങളെ വാദം. എന്നാൽ നിങ്ങളൊന്നീ തീയിലേക്കൊന്ന് കടന്നു തരുമോ? നിങ്ങളെ ദൈവം രക്ഷിക്കുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. മഹാനായ ഖാജ ഒരൽപ്പവും ശങ്കിച്ചു നിന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ ആശയം സത്യമാണെന്ന് തെളിയിക്കാനല്ലേ, എന്റെ റബ്ബിനെ ആരാധിക്കണമെന്ന് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താനല്ലേ. എന്റെ റബ്ബെന്നെ സഹായിക്കൂലേ? ശരിയായ വിശ്വാസമുള്ളവരെ സഹായിക്കൽ നമ്മളെ ബാധ്യതയാണെന്ന് റബ്ബ് പറഞ്ഞതല്ലേ, അവൻ ഏറ്റെടുത്തതല്ലേ. അതെ, ഇങ്ങോട്ട് കരാറ് പാലിക്കൂ, അങ്ങോട്ട് കരാറ് പാലിക്കുമെന്നവൻ പറഞ്ഞതല്ലേ. ഞാനൊരു ഫർദ് ഒഴിക്കാറില്ലല്ലോ, സുന്നത്തൊഴിക്കാറില്ലല്ലോ, ഹറാമ് ചെയ്യാറില്ലല്ലോ, കറാഹത്തെടുക്കാറില്ലല്ലോ. ഞാൻ കരാറ് പാലിച്ചവനല്ലേ. എന്നോട് എന്റെ റബ്ബ് കരാറ് പാലിക്കൂല്ലേ? അതെ, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൈയിങ്ങ് പിടിച്ചു. ആ ചെറുപ്പക്കാരൻ അതാ തീരാരാധിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. ആ ചെറുപ്പക്കാരന്റെ കൈയും പിടിച്ചിട്ട് തീയിലേക്കങ്ങ് കടന്നു. എല്ലാവരും നിലവിളിക്കുന്നു. ഖാജ നേരെ തീയിലേക്കങ്ങ് കടക്കുന്നു. തീയില്ലതാ കുറച്ചു സമയം നിന്നു. ആരോഗ്യത്തോടെ ആ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ചിറങ്ങി വരുന്നു. എല്ലാവരും നോക്കി നിൽക്കുന്നു. ഈ തീനാരാധിക്കുന്നവര് ചോദിക്കുന്നു, ഈ ചെറുപ്പക്കാരനോട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഇദ്ദേഹത്തിന്റെ എന്റെ കയ്യും പിടിച്ച് ഇദ്ദേഹം അങ്ങ് കടന്നു.
ചെന്നപ്പോൾ ഒരു തോട്ടമാണ്, ഒരു പ്രശ്നവുമില്ല. സുഹൃത്തുക്കളെ, അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ദീൻ അംഗീകരിച്ചുപോയി. ദീൻ പ്രചരിച്ചത് തീവ്രവാദം കൊണ്ടല്ല, ഭീകരവാദം കൊണ്ടല്ല, അക്രമം കൊണ്ടല്ല, അനീതി കൊണ്ടല്ല. ആ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിന് ഉഖ്റവിയായ ആലിമീങ്ങൾ വേണം. ആലിമീങ്ങൾ ഉണ്ടാകാൻ മുതഅല്ലിമീങ്ങൾ വേണം. അതിന് ദർസുകൾ വേണം, ദഅവാ കോളേജുകൾ വേണം, സ്ഥാപനങ്ങൾ വേണം. മുതഅല്ലിമീങ്ങൾ ഇഖ്ലാസോടെ അധ്വാനിച്ച് പഠിക്കണം. ഉസ്താദുമാര് നന്നായി അധ്വാനിക്കണം. നമ്മളൊക്കെ ദീനിന്റെ ഇൽമ് വളരാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അല്ലാഹു തആല നമുക്ക് നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. നല്ലവരുടെ കൂടെ ഒരുമിച്ചൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ മോളൂരിൽ മുമ്പൊരു പ്രസംഗത്തിൽ വരുമെന്ന് പലരും ധരിച്ച് കാത്തുനിന്ന് അന്ന് വരാൻ കഴിഞ്ഞില്ല. ഞാൻ ആ പരിപാടി ഏറ്റിരുന്നില്ല എന്നതുകൊണ്ട് ഞാൻ കുറ്റക്കാരനല്ല. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ പ്രവർത്തകന്മാർ അവരുടെ അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ട് അവർ അങ്ങനെ പറഞ്ഞുപോയി. പക്ഷെ എനിക്ക് വരാൻ ഒരു നിവൃത്തിയും അന്ന് കിട്ടിയതും ഇല്ല. അല്ലാഹു തആല അവർക്കും നമുക്കുമൊക്കെ സ്വർഗം നൽകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സമയം വൈകിപ്പോയെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ വന്നിട്ട് തീരെ പ്രസംഗിക്കാതെ പോയാൽ നിങ്ങൾക്ക് സങ്കടമാകും, അവർക്കും സങ്കടമാകും എന്നതുകൊണ്ട് പ്രസംഗിച്ചതാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. കുറച്ച് കസേര വേണം. എനിക്ക് ഇവിടെ ഇരിക്കാനല്ല, ഞാൻ പോവുകയാണ്. പിന്നെ എത്ര കസേര വേണം? 500 കസേര. ഒരു കസേരക്ക് എത്ര രൂപ? 400 രൂപയുടെ 500 കസേര. അതെത്ര വേഗം കഴിയും? ഒരാളൊരു 25, ഒരാളൊരു 10, ഒരാളൊരു 5, ഒരാളൊരു 50. ഇനി എല്ലാം കൂടി 400. ഒരാൾ എന്നെ ഒരു 500 തരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ് എനിക്ക് വേഗം പോയി കിടന്നുറങ്ങാം. എന്റെ ആരോഗ്യത്തിന് സംരക്ഷിക്കുകയും കൂടി ആവും. ആരാ ഒരു തുടക്കം പറയാ? നല്ല നിയ്യത്തോടെ അല്ലാഹു തആല അവർക്ക് സ്വർഗത്തിൽ ഇരിപ്പിടം നൽകട്ടെ. അല്ലാഹു നമ്മുടെ അമലുകളൊക്കെ സാലിഹായ അമലായി ജാരിയായ സദഖയായി സ്വീകരിക്കട്ടെ. ഒരു നല്ല നിയ്യത്തോടെ ആരാ പറയാ? ഒരു തുടക്കം. എത്രയും പറയാം, എത്ര അതൊന്നുമില്ല. നല്ലൊരു തുടക്കം എത്രയും പറയാം. ഒരു 500 കസേര, 10 അൽഹംദുലില്ലാഹ്. എന്തായാലും പേര് തങ്ങളാണ്, സയ്യിദാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഖദീമു ഖുറൈശൻ, ഖുറൈശികളെ മുന്നിൽ സ്വീകരിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ തങ്ങളവർകൾക്കും